ഓക്കെ, അപ്പോൾ ഫോറിൻ കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അതാണ് ഫോറിൻ കമ്പനി. ഓക്കെ, അപ്പോൾ CI ഇന്റർ സിലബസിൽ പുതിയതായിട്ട് വന്ന സാധനമാണ്. അതുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ളത് നമുക്കൊരു ഉറപ്പില്ല. പക്ഷെ മിക്കവാറും ആദ്യത്തെ കുറച്ച് ഏരിയാസ് ഉണ്ട്, ഒരു ഫോറിൻ കമ്പനി ആണോ അല്ലേ എന്നുള്ള ചോദ്യങ്ങൾ. അപ്പൊ അതായിരിക്കും മിക്കവാറും വരാൻ സാധ്യത ഉള്ളത്. പിന്നെ ഇതിൽ പ്രോസ്പെക്ടസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഏറെക്കുറെ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോസ്പെക്ടസിനായിട്ട് കുറെ സിമിലാരിറ്റികൾ ഉണ്ട്. അപ്പൊ അതാണ് ഇടയിലുള്ള കുറച്ച് സെക്ഷൻസ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, ഇന്ന് നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. എത്ര പേജ് ഉണ്ട്? 20 പേജ്. അപ്പൊ ഫോറിൻ കമ്പനി, അപ്പൊ ഈ ഡെഫിനിഷൻ ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം ഈ ഡെഫിനിഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അധികം ഉണ്ടാവുക. ഓക്കെ, ഒരു മിനിറ്റ്, സാധനം ഓണാക്കിയില്ല. ഓണാക്കിയ ക്യാമറ. ഓക്കെ, അപ്പൊ നോക്കട്ടാ. അപ്പൊ ഫോറിൻ കമ്പനി സെക്ഷൻ 242, അതായത് ഡെഫിനിഷൻ ആണ്, പ്രിലിമിനറി ചാപ്റ്ററിലാണ് അതിന്റെ ഡെഫിനിഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഫോറിൻ കമ്പനി മീൻസ് എനി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ്. ഓക്കെ, എനി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഒന്നാമത്തെ കാര്യം. അപ്പൊ ഒരു കമ്പനി ഫോറിൻ കമ്പനി ആകണമെന്നുണ്ടെങ്കിൽ ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം. അപ്പൊ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ അണ്ടറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ. ഉദാഹരണം പറഞ്ഞാല് നമുക്ക് എന്താ പറയാ, ഇപ്പൊ വോഡഫോൺ എന്ന് പറയുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനി അല്ല, ബ്രിട്ടീഷ് കമ്പനി എന്തോ ആണ് അല്ലെ. പക്ഷെ വോഡഫോൺ ഇന്ത്യ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വോഡഫോൺ ഇന്ത്യ ലിമിറ്റഡ് എന്നായിരിക്കും കമ്പനിയുടെ പേര്. എന്ന് പറഞ്ഞാല് അവരെന്ത് ചെയ്താണ്, അവര് അവിടെ കമ്പനി ഉണ്ട്, പക്ഷെ അതേപോലെ ഇവിടെ വന്നിട്ട് ഇന്ത്യയിൽ ഒരു കമ്പനി ഉണ്ടാക്കിയതാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ കമ്പനി ഇന്ത്യൻ കമ്പനിയാണ്. അപ്പൊ ആ കമ്പനി ഇവിടെ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കമ്പനീസ് ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, സിൻ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഓക്കെ, നേരെ മറിച്ച് ഗൂഗിള്, ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇന്ത്യയിൽ, ഇപ്പൊ ആമസോൺ പോലും ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. ആമസോൺ ഇന്ത്യ എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷെ അത് ഇന്ത്യയിൽ ഒരു കമ്പനി ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഒരു കമ്പനി ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തതാണെങ്കിൽ ഇന്ത്യൻ കമ്പനിയാണ്. അപ്പൊ അതിന് നമ്മൾ ഫോറിൻ കമ്പനി എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു ഇന്ത്യൻ കമ്പനി ആകുമ്പോൾ സാധാരണ ഒരു ഇന്ത്യൻ കമ്പനിക്ക് എന്താ പറയാ, അപ്ലിക്കബിൾ ആകുന്ന എല്ലാ സെക്ഷൻസും അതിന് അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഫോറിൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷനാണ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്താണ് അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ കമ്പനി ഈസ് രജിസ്റ്റർ അണ്ടർ എനി കമ്പനീസ് ആക്ട് ഇൻ എനി അതർ കൺട്രി, അല്ലെ വേറെ ഏതെങ്കിലും രാജ്യത്തെ അവിടെ അപ്ലിക്കബിൾ ആകുന്ന കോർപ്പറേറ്റിലോ അതിന്റെ അണ്ടറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കണം. ഇനി ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. അപ്പൊ ഈ പ്ലേസ് ഓഫ് ബിസിനസ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആയിട്ടൊരു പ്ലേസ് ഓഫ് ബിസിനസ് വേണമെന്നൊന്നുമില്ല. പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യ വെദർ ബൈ ഇറ്റ് സെൽഫ് ഓർ ത്രൂ ആൻ ഏജന്റ്, ഫിസിക്കലി ഓർ ഇലക്ട്രോണിക് മോഡ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കമ്പനി അവർക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒരു ബ്രാഞ്ച് പോലെ ഉണ്ട്, ഒരു ഓഫീസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ത്രൂ ആൻ ഏജന്റ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ എന്തൊരു ഒരു വല്ല പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ അവർ കുറച്ച് റെപ്രസെന്റേറ്റീവ്സിനെ വെച്ചിട്ടുണ്ടാവും, ഏജന്റുമാരെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവർ ത്രൂ ആയിരിക്കും അവര് സാധനം മാർക്കറ്റ് ചെയ്യുക. അപ്പോൾ ഓൺലൈൻ മറ്റേ എന്താ പറയാ, ഇങ്ങോട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കും, അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും. അപ്പോൾ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ കുറെ വ്യക്തികളാണ് ഏജൻസ് ആയിട്ടുള്ളത്, വ്യക്തികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏജൻസികളോ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതും ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട് എന്നുള്ളതിന് തുല്യമാണ്. പിന്നെ വെദർ ഫിസിക്കലി ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ്. എന്താണെന്നുള്ളത് താഴെ പറയുന്നുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇലക്ട്രോണിക് മോഡ് ആണെന്നുണ്ടെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം അങ്ങനത്തെ സംഭവം, ആമസോണ്,
ഫേസ്ബുക്ക്, ഇൻസ്റ്റ, അതൊക്കെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ത്രൂ ഇലക്ട്രോണിക് മോഡാണ്. അപ്പൊ ഏതൊക്കെ തരത്തിലാണ് ഇലക്ട്രോണിക് മോഡ് ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഒരു ബിസിനസ് ഉണ്ടാകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരെയും നമ്മൾ ഫോറിൻ കമ്പനിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ആൻഡ് കണ്ടക്ട്സ് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ. അപ്പൊ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട് എന്ന് മാത്രമല്ല, അവര് ഇന്ത്യയിലെ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ആൾക്കാർ, ഇന്ത്യയിൽ അവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, ഇന്ത്യയിൽ അവർക്ക് ക്ലയൻസ് ഉണ്ട്. അതായത് അവർക്ക് ഇന്ത്യയിൽ നിന്ന് പൈസ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ഇൻകം ടാക്സിലൊക്കെ പഠിച്ചിട്ടുള്ള സംഭവമാണ്, ഇന്ത്യയിൽ അക്രൂ ആയിട്ടുള്ള ഇൻകം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻകാണ്. അതിനായിട്ട് ഇൻകം ടാക്സ് കൊടുക്കേണ്ടത് ഇന്ത്യയിലാണ് അല്ലെ. അപ്പൊ ഇന്ത്യയിലുള്ള ഒരു ആൾക്കാർക്ക് സാധനങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്ലേസ് ഓഫ് അക്രൂ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയാണ്. സ്വാഭാവികമായിട്ട് അതിന് ഇൻകം ടാക്സ് വരും. അപ്പൊ ആ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരിക അല്ലെ. ഇപ്പൊ കമ്പനീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനെയുള്ള ഫ്ലിപ്കാർട്ട് എന്തിനാണ്, ഇപ്പൊ ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് എന്താണ്, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, ശരിയല്ലേ. അവർ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, അതിന് കുറെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താ പറയാ, ചിലപ്പോ ചില കമ്പനിയിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പോ ഇന്ത്യയിൽ ഉള്ള ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് ഒരുപാട് റെഗുലേഷൻസും കാര്യങ്ങളും ഉള്ളപ്പോ ഇങ്ങനെയുള്ള ഫോറിൻ കമ്പനീസിനും സ്വാഭാവികമായിട്ട് റെഗുലേഷൻസ് വേണ്ടേ അല്ലെ. അപ്പൊ അവിടെയും ഈ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ്, അവരുടെ സേഫ്റ്റി എന്നുള്ള കൂടി നോക്കേണ്ടതാണല്ലോ. ക്രെഡിറ്റേഴ്സ് ഉണ്ടാകാം, അങ്ങനെ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ, ലോൺ ഉണ്ടാകാം, സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഫോറിൻ കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിന് ഉണ്ടാക്കിയിട്ട് അതിന് പ്രത്യേക റൂൾസും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം, അത് അവർക്ക് ഒരു ബിസിനസ് ആക്ടിവിറ്റി ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചില കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഔട്ട്സൈഡ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് ഇവിടെ ഒരു ഓഫീസ് ഉണ്ടാവും, പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ജസ്റ്റ് എന്താ പറയാ, അതിന്റെ സെർവർ സിസ്റ്റം അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ ഒരു ലൈസൻസ് ഓഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, മാനേജിങ് മാത്രമേ ഇവിടുന്ന് ഓൺലൈൻ. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ അവർക്ക് ബിസിനസ് ആക്ടിവിറ്റിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലുണ്ട്, പക്ഷെ ബിസിനസ് ആക്ടിവിറ്റി ഇല്ല, ഇന്ത്യയിൽ ബിസിനസ് ആക്ടിവിറ്റി ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇന്ത്യയിൽ ഒരു ഫോറിൻ കമ്പനി ആയിട്ട് മാറില്ല. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളും ഉണ്ടാകണം. ആൻഡ് ആണ്, എല്ലാം ആൻഡ് ആണ്. ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം, ഇന്ത്യയിൽ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാകണം. പ്ലേസ് ഓഫ് ബിസിനസ് എന്നുള്ളത് ഫിസിക്കലി ആകാം, ഇലക്ട്രോണിക് മോഡ് ആകാം, ഡയറക്ട്ലി കമ്പനി തന്നെ വന്നിട്ടാകാം, അല്ലെങ്കിൽ ത്രൂ ഏജന്റ് ആകാം. ഓക്കെ, ആൻഡ് കണ്ടക്ട്സ് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ ഇൻ എനി അതർ മാനർ. ഓക്കെ, പ്ലേസ് ഓഫ് ബിസിനസ് ഇൻക്ലൂഡ്സ് ഷെയർ ട്രാൻസ്ഫർ ഓഫീസ് ആൻഡ് ഷെയർ രജിസ്ട്രേഷൻ ഓഫീസ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിസിക്കൽ, ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനീസ് ആകുമ്പോഴാണല്ലോ നമ്മൾ എന്താ പറയാ ഡിമാറ്റ് അക്കൗണ്ട് ത്രൂ ഒക്കെ ഷെയർ വാങ്ങാം. ഇപ്പോൾ പുറത്തേക്കുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എന്താണ്, ഇപ്പോൾ അവിടുത്തെ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നമുക്ക് അവിടുത്തെ ഷെയർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങാനൊക്കെ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ എവിടെയും ലിസ്റ്റഡ് അല്ലാത്തൊരു കമ്പനിയാണ്, ഒരു ഫോറിൻ കമ്പനിയാണ്, അതിന്റെ ഷെയറുകൾ നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഫിസിക്കലി നമ്മൾ വാങ്ങേണ്ടി വരും അല്ലെ. അപ്പൊ അതിന് ഇവര് കമ്പനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏതൊക്കെ രാജ്യത്തിൽ നിന്നാണോ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്ത് ഇതേപോലെ ഷെയർ ട്രാൻസ്ഫർ ഓഫീസുകൾ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ആ ഓഫീസുകൾ വഴിയായിരിക്കും കമ്പനി ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഷെയർ ട്രാൻസ്ഫർ ഓഫീസുകളും പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് പരിഗണിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ താഴെ ഒരു ടേബിൾ ഉണ്ടോ നിങ്ങളിൽ? ഒരു ടേബിൾ ഉണ്ട്. അപ്പൊ ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ 3 കാര്യങ്ങളും, ഈ 3 കാര്യങ്ങളും ഉണ്ടായാലേ എന്താ പറയാ ഫോറിൻ കൺട്രി ആവുള്ളൂ. അപ്പൊ ആദ്യത്തെ കേസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, 2, 3, 4 ഒക്കെ ഇൻകോർപ്പറേറ്റഡ് ഇന്ത്യ ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഫോറിൻ കമ്പനി ആവില്ല. ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഫോറിൻ കമ്പനി ആവുള്ളൂ. അപ്പൊ ഇതൊന്നും ഫോറിൻ കമ്പനി അല്ല. ബാക്കിയുള്ള കണ്ടീഷൻസ് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇൻകോർപ്പറേറ്റ് ഇന്ത്യ ആകരുത്, ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം. അപ്പൊ 5ാമത്തെ കേസ് ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലുണ്ട്, ബിസിനസ്സും ഇന്ത്യയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോറിൻ കമ്പനിയാണ്. പിന്നെ 2ാമത്തെ കേസിൽ ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, പക്ഷേ പ്ലേസ് ഓഫ് ബിസിനസ്സും ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ ഇവിടെ ബിസിനസ് ഇല്ല, ഇവിടെ ജസ്റ്റ് ഒരു ലൈസൻസ് ഓഫീസ് പോലുള്ള സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ അത് ഫോറിൻ കമ്പനി ആകൂല. ഓക്കെ, ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല ഇവിടെ, പക്ഷെ ഇവിടെ ബിസിനസ് നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഓൺലൈൻ വഴി ഇവിടെ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിലും അതും പ്ലേസ് ഓഫ് ബിസിനസ് ഇവിടെ ഉണ്ട് എന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഡെഫിനേഷൻ പറയുന്നുണ്ട്, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിലൊന്നും ഉൾപ്പെടാത്ത സംഭവങ്ങൾ വളരെ വിരളമായിരിക്കും, ഉണ്ടാകാൻ തന്നെ സാധ്യത കുറവാണ്. അപ്പൊ മിക്കവാറും ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലുണ്ട്, കണ്ടക്ട്സ് ബിസിനസ് അല്ല പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിൽ ഇല്ല, കണ്ടക്ട്സ് ബിസിനസ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ
ഓക്കെ, ഈ ഒരു റീസൺ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫോറിൻ കമ്പനി അല്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിൽ ഇല്ലാതിരിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഓക്കെ, കാരണം ഫിസിക്കൽ ആണെങ്കിലും ഇലക്ട്രോണിക് മോഡ് ആണെങ്കിലും ഇവിടെ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് പരിഗണിക്കും. ഓക്കെ ഓക്കെ അപ്പൊ ഇതിന് താഴെ എക്സാമ്പിൾസിന് താഴെ ഇലക്ട്രോണിക് മോഡ് നോക്ക്. എന്താണ് ഇലക്ട്രോണിക് മോഡ്? ഇലക്ട്രോണിക് മോഡ് ഇല്ലേ, ഇപ്പൊ ഇലക്ട്രോണിക് മോഡോട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോണിക് മോഡ് മീൻസ് ക്യാരിങ് ഔട്ട് ഇലക്ട്രോണിക്കലി based whether main server is installed in India or not. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റ എന്നൊക്കെ ഞാൻ പറയണത്, വാട്സപ്പ് ഇതൊക്കെ പറയണത് നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. പക്ഷെ നമുക്ക് ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ ആഡ്സ് കൊടുക്കാൻ പറ്റുമല്ലോ. പെയ്ഡ് ആഡ്സ് ഇല്ല, സ്പോൺസേഡ്. നിങ്ങൾ ഈ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഇപ്പൊ സ്പോൺസേഡ് എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് വരുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ പറഞ്ഞാൽ പെയ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പിന്നെ ഒരു ബിസിനസ് ആക്ടിവിറ്റി ആകുമ്പോൾ പൈസ ഉണ്ടല്ലോ, മണി ഇൻവോൾവ് ആണല്ലോ അല്ലെ. അപ്പൊ ഫേസ്ബുക്കിനൊക്കെ മെയിൻ സെർവർ എവിടെയെന്ന് വെച്ചാൽ ഇന്ത്യയിലായിരിക്കില്ല, അത് യു എസിലായിരിക്കും അല്ലെ. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും കമ്പനിയാണ് അതിന്റെ മെയിൻ സെർവർ ഇവിടെ ഇല്ല. പക്ഷെ ഫേസ്ബുക്കിന് ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, മറ്റേ എന്താ പറയാ, അവരുടെ ഈ കംപ്ലൈന്റ് അഡ്രസ് എന്താ പറയാ, റിഡ്രസൽ ഗ്രീവൻസ്, അതിന്റെ ഒക്കെ എന്തോ സംഭവമൊക്കെ ഉണ്ട് ഹൈദരാബാദിലൊക്കെ. ഓക്കെ, അപ്പോ എനിവേ അപ്പൊ മെയിൻ സെർവർ ഇന്ത്യയിലാണെങ്കിലും ഇല്ലെങ്കിലും, ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഓക്കെ, ഇൻക്ലൂഡിങ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് നോട്ട് ലിമിറ്റഡ് ടു എന്ന് പറഞ്ഞാല് താഴെ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇലക്ട്രോണിക് മോഡ്. താഴെ പറയുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡിംഗ് പറഞ്ഞിട്ടുള്ളൂ. ഇൻക്ലൂഡിങ് താഴെ കാര്യങ്ങൾ എന്നുള്ളത് ഇലക്ട്രോണിക് മോഡാണ്. പക്ഷെ ഇത് മാത്രമല്ല ഇലക്ട്രോണിക് മോഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഇതൊരു എക്സോസ്റ്റീവ് ലിസ്റ്റ് അല്ല, ഇതൊരു ഇൻക്ലൂസീവ് ലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എന്നൊക്കെ പറഞ്ഞാല് ഇലക്ട്രോണിക് മോഡിൽ പെട്ടതാണ്. പക്ഷെ ഇത് മാത്രമല്ല, വേറെ എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ അതും ഗവൺമെന്റിന് അങ്ങനെ ആക്കാം. ഇതും ഇലക്ട്രോണിക് മോഡാണെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ അല്ല, ഇന്ത്യയിൽ ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായാലും പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പൊ ഒന്ന് ഇലക്ട്രോണിക് മോഡ്, ഒന്ന് ബിസിനസ് ടു ബിസിനസ് ആൻഡ് ബിസിനസ് ടു കൺസ്യൂമർ ട്രാൻസാക്ഷൻസ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആമസോൺ. അപ്പൊ എന്താണ് ബിസിനസ് B2B B2C എന്ന് പറഞ്ഞാൽ നമ്മൾ GST B2B B2C അല്ല, ശരിക്കുള്ള B2B B2C അല്ലെ. അതായത് എന്താണ്, ഡയറക്റ്റ് കൺസ്യൂമേഴ്സിന് ഗുഡ്സ് വിൽക്കുക, അതല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അല്ലാത്ത ആൾക്കാർക്ക്. അപ്പൊ ഈ ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താ, ആമസോണിൽ ഉപയോഗിച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന പോലെ തന്നെ ആമസോൺ ഉപയോഗിച്ച് സാധനങ്ങൾ വിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. അപ്പൊ ആമസോൺ സർവീസ് കൊടുക്കുന്നത് ടു എ ബിസിനസ് ആണ്, മറ്റേ സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് തരുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു കസ്റ്റമർ ആണ്, കൺസ്യൂമർ ആണ്. ഓക്കെ, അപ്പൊ ബിസിനസ് ടു ബിസിനസ് ആൻഡ് ബിസിനസ് ടു കൺസ്യൂമർ ട്രാൻസാക്ഷൻ. അപ്പൊ ആമസോൺ പോലുള്ള സംഭവങ്ങൾ എന്താണ്, ഇവിടെ അവർക്ക് ഇലക്ട്രോണിക് മോഡ് വഴി ഇവിടെ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട് ആമസോണിലൊക്കെ. എക്സാമ്പിൾ പറയണം നമ്മള്. ഓക്കെ, ഇനിയിപ്പോ വേറെ പ്ലേസ് ഓഫ് ബിസിനസ് ഒന്നും ഇല്ലെങ്കിലും, ഇങ്ങനത്തെ സാധനങ്ങൾക്ക് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർക്ക് ഈ ഗോഡൌണും സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ഗോഡൌണൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അതായത് ഈ റീജിയണലായിട്ട് കുറെ സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് സാധനം ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ കോഴിക്കോട് വന്നിട്ടാണല്ലോ അതിന്റെ ഡെലിവറി ബോയികൾ വന്നിട്ട് ഇത് ആക്കുക. അപ്പൊ അതൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും, അത് അവരുടെ പ്രിമൈസ് ആണല്ലോ. ഓക്കെ, രണ്ടാമത് ഡാറ്റ ഇന്റർചേഞ്ച് ആൻഡ് അതർ ഡിജിറ്റൽ സപ്ലൈ ട്രാൻസാക്ഷൻസ്. അതായത് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഒക്കെ പോലുള്ള സംഭവങ്ങൾ. ഡാറ്റ ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മീഡിയ അങ്ങോട്ട് വരിക എന്തെങ്കിലുമൊക്കെ, offering to accept deposits or inviting deposits or accepting deposits or subscription in securities in India or from citizens of India. അപ്പോൾ വിദേശ കമ്പനികളൊക്കെ എന്താണ് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ഡെപ്പോസിറ്റ് ആണ്, ഷെയർ അല്ല. ഷെയർ എന്ന് പറയുമ്പോൾ വേറെ പ്രശ്നം വരും, പ്രോസ്പെക്ടസിന്റെ ഒക്കെ പ്രശ്നമുണ്ട്, നമ്മൾ പിന്നീട് പറയാൻ പോകുന്നുണ്ട്. ഇതാണ് ജസ്റ്റ് ഡെപ്പോസിറ്റുകളാണ്, ഷെയറുകളല്ല, സെക്യൂരിറ്റീസ് അല്ല, ഡെപ്പോസിറ്റ്സ് ആണ്. ഷെയറുകളല്ല ഉദ്ദേശിക്കുന്നത്. ഷെയറുകളെ കുറിച്ചിട്ട് എന്താ പറയാ, വേറെ സംഭവം പറയുന്നുണ്ട്, കുറച്ചുകൂടി ഒരു വൈഡർ ആയിട്ടുള്ള സംഭവമുണ്ട്, പ്രോസ്പെക്ടസ് ഒക്കെ വേണമെന്നുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പറയാം, കുഴപ്പമില്ല. അതായത് ഇതും ഇലക്ട്രോണിക് മോഡാണെന്ന് പറയാം. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ്. എക്സാമ്പിൾ റൈസർ പേ. റൈസർ പേ കണ്ടുണ്ടോ? റൈസർ പേ ഇപ്പൊ നിങ്ങൾ ചില ഓൺലൈൻ പേയ്മെന്റുകളൊക്കെ നടത്തുമ്പോൾ പിന്നെ ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവില്ല, ഇപ്പൊ നമ്മളൊരു സൈറ്റിൽ കയറിയിട്ട് പേയ്മെന്റ് നടത്തുമ്പോൾ റീഡയറക്റ്റിംഗ് ടു പേയ്മെന്റ് പേജ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലത്തേക്ക് വേറെ ഇതിലേക്ക് പോകില്ലേ.
അപ്പൊ അതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ റേസർ പേ എന്നുള്ളത്. ഞാനൊക്കെ കണ്ടിട്ടുണ്ട് സാധനം. അതായത് ചില പേയ്മെന്റ്സ് ഒക്കെ നമ്മൾ നടത്തുമ്പോൾ റേസർ പേന്റെ പേജിലേക്കായിരിക്കും അത് പോകുന്നുണ്ടാവുക. പിന്നെ നിങ്ങൾ ചില ഓൺലൈൻ ബില്ലിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ഉണ്ടാവില്ലേ, അതായത് UPI ആണോ, ക്രെഡിറ്റ് കാർഡാണോ, ഡെബിറ്റ് കാർഡാണോ, അതിലുണ്ടാവും റേസർ പേ ഒക്കെ. അങ്ങനെ ഉണ്ടാവാറുണ്ട്, ചിലത് ഞങ്ങൾ ഉണ്ടാവും, ശ്രദ്ധിച്ചാൽ കാണാം. അപ്പൊ റേസർ പേ എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ കമ്പനിയാണ്. മീൻസ് ഇന്ത്യയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയല്ല. അവരെ പണി എന്ന് പറഞ്ഞാൽ അതാണ്, ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് ആണ്. നല്ല പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാം. ഓക്കെ. വെബ് ബേസ്ഡ് മാർക്കറ്റിംഗ്, ഇൻസ്റ്റയില്, FBയില്, ഗൂഗിളിലൊക്കെ വരുന്ന ആഡ്സ് അതിന്റെ എക്സാമ്പിൾ ആണ്. അഡ്വൈസറി ആൻഡ് ട്രാൻസാക്ഷണൽ സർവീസസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൺസൾട്ടൻസി സർവീസ് ഒക്കെ കൊടുക്കുക പല രീതിയിൽ, പല മേഖലയിലുള്ള അഡ്വൈസറി. ഡാറ്റാബേസ് സർവീസസ് ആൻഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ക്ലൗഡൊക്കെ അല്ലേ, ക്ലൗഡൊക്കെ കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് ഗൂഗിളിലൊക്കെ ക്ലൗഡ് ഉണ്ട്, ആമസോണിന്റെ ക്ലൗഡ് ഉണ്ട്. അതാണ് ആമസോൺ ഡൈനാമോ DB ആണ് ഡാറ്റാബേസ്. ഗൂഗിളിന് ക്ലൗഡ് ഉണ്ട്. അങ്ങനത്തെ കുറെ ക്ലൗഡ് കൊടുക്കുന്ന ആപ്പിൾ ഉണ്ടാവും ക്ലൗഡ് അല്ലെ. അപ്പൊ അങ്ങനത്തെ ക്ലൗഡ് ഫെസിലിറ്റീസ് കൊടുക്കുക. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അപ്പൊ അത് ഒറാക്കിൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്താ പഠിച്ചിട്ടുണ്ടാവും, ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒക്കെ. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് മാത്രമാണ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പറഞ്ഞാൽ ഗുഡ്സിന്റെ പ്രൊക്യൂർമെന്റ് മുതൽ അവസാനത്തെ എൻഡ് കസ്റ്റമർക്ക് എത്തിക്കുന്നത് വരെയുള്ള മൊത്തം ആക്ടിവിറ്റി അതിനാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയാം. അപ്പൊ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സംഭവമാണ് ഒറാക്കിൾ. അപ്പൊ അതൊക്കെയാണ് എക്സാമ്പിൾസ്. ഇനി ഓൺലൈൻ സർവീസസ് സച്ച് ആസ് ടെലി മാർക്കറ്റിംഗ്, ടെലി കമ്മ്യൂട്ടിംഗ്, ടെലിമെഡിസിൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ റിസർച്ച്. ടെലി മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ നമ്മുടെ ചാനലില്ലേ നാപ്റ്റോളൊക്കെ പോലത്തെ സംഭവം എന്ന് പറഞ്ഞാൽ TV-ലൊക്കെ വന്നിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ വെക്കുക. ടെലി കമ്മ്യൂട്ടിംഗ്, ടെലിമെഡിസിൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടൻസി, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ റിസർച്ച്. ഓക്കെ. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. ആൻഡ് ഓൾ റിലേറ്റഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സർവീസസ് വെദർ കണ്ടക്ടഡ് ബൈ ഇമെയിൽ, മൊബൈൽ ഡിവൈസ്, സോഷ്യൽ മീഡിയ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡോക്യുമെന്റ് മാനേജ്മെന്റ്, വോയിസ് ഓർ ഡാറ്റ ട്രാൻസ്മിഷൻ ഓർ അതർവൈസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാണ്ട് വേറെ ഏത് രീതിയിലും ഇങ്ങനെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സർവീസസ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ പെടും. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മോഡിൽ എല്ലാം പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചുരുക്കം എന്താണ്, ഇപ്പൊ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ കുറച്ച് കസ്റ്റമേഴ്സിന് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ക്ലയൻസിന് ഉണ്ടാക്കിയിട്ട് പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ പെടും. ഓക്കെ. ഇതിലേതെങ്കിലും ഒരു ലിസ്റ്റിൽ അത് പെടാനാണ് സാധ്യത. ഇതല്ലേ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട കണ്ടീഷൻ. ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം, പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ഉണ്ടാകണം, ബിസിനസ് ആക്ടിവിറ്റി ഇന്ത്യയിൽ ഉണ്ടാകണം. ഓക്കെ. അപ്പൊ പ്ലേസ് ഓഫ് ബിസിനസ് എന്നത് ഫിസിക്കലി ആകാം, ഇലക്ട്രോണിക് മോഡ് ആകാം, ത്രൂ ആൻ ഏജന്റ് ആകാം. ഓക്കെ. യെസ്. അപ്പൊ അതിന്റെ മോളിൽ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ബുക്കിലാണ് കുറെയൊക്കെ. എയർലൈൻ കമ്പനീസ് രജിസ്റ്റേർഡ് ഇൻ US ഹു ഓപ്പറേറ്റ് ത്രൂ ദെയർ ബുക്കിംഗ് ഏജൻസി ഇൻ ഇന്ത്യ. ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ സാധനം വരുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുക ഈ 3 എലമെന്റ്സ് ഇതിൽ ഉണ്ടോ എന്നുള്ളത്. എയർലൈൻ കമ്പനീസ് രജിസ്റ്റേർഡ് ഇൻ US, അപ്പൊ ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയാണ് ഒന്ന്. ഓപ്പറേറ്റ് ത്രൂ ദെയർ ബുക്കിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്. ഓക്കെ. ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ബിസിനസ് ഉണ്ട് എന്ന് അർത്ഥം. ശരിയല്ലേ. അപ്പൊ 3 കാര്യങ്ങൾ ഇതിൽ വരും. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഫോറിൻ കമ്പനിയാണ്. ഓക്കെ. എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ വിച്ച് ഹാസ് നോ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ബട്ട് ഈസ് കണ്ടക്ടിങ് ഓൺലൈൻ ബിസിനസ് ത്രൂ ടെലി മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ. ഓക്കെ. അപ്പൊ കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഒന്നാമത്തെ കാര്യം സാറ്റിസ്ഫൈഡ് ആയി. പ്ലേസ് ഓഫ് ബിസിനസ്, ഫിസിക്കൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷെ എന്താണ്, ഓൺലൈൻ ടെലി മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അതുമായി പിന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്നാണല്ലോ സാധനങ്ങൾ വിൽക്കുന്നത്, ഇന്ത്യയിലാണ് സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ബിസിനസ്സും ഉണ്ട്. അപ്പൊ അതും ഫോറിൻ കമ്പനി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. റെഡ്സ്റ്റോൺ ലിമിറ്റഡ് ഈസ് എ കമ്പനി രജിസ്റ്റേർഡ് ഇൻ സിംഗപ്പൂർ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റ്സ് ആൻഡ് എക്സിക്യൂട്ട്സ് ബിസിനസ് ഡിസിഷൻസ് അറ്റ് ദെയർ ബോർഡ് മീറ്റിംഗ് ഹെൽഡ് ഇൻ ഇന്ത്യ. എന്ന് പറഞ്ഞാൽ ബിസിനസ് ഉള്ളത് അവിടെയാണ്. ബോർഡ് മീറ്റിംഗും അങ്ങനത്തെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇന്ത്യയിലാണ് നടക്കുന്നത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇവിടെ ബിസിനസ് ഇവിടെ നടക്കുന്നതായിട്ട് പറയുന്നില്ല. അപ്പൊ പ്ലേസ് ഓഫ് ബിസിനസ് ഇവിടെ ഉണ്ട്, കാരണം എന്താ മീറ്റിംഗ് ഒക്കെ ഇവിടെ നടക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പ്രിമൈസ് ഉണ്ടാകും അല്ലെ. പക്ഷെ ബിസിനസ് ഇവിടെ അല്ല, സിംഗപ്പൂരാണ് ബിസിനസ് ഉള്ളത്, അല്ലെങ്കിൽ അത് പറയുന്നില്ല. നമുക്ക് അസംഷൻ എടുക്കാൻ എന്തേ there is no business in India, അങ്ങനെയാണെങ്കിൽ അതെന്താവില്ല, പിന്നെ ഫോറിൻ കമ്പനി ആവില്ല. ഓക്കെ. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നാണ് ക്വസ്റ്റ്യനിൽ പറയണത്. യെസ്. ഇനി ഇതിന്റെ താഴെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇലക്ട്രോണിക് മോഡിന്റെ താഴെ
Alibaba is an e-commerce company incorporated in China, having its main server in China. It sells goods to India. അപ്പം എന്താ നമ്മൾ ഫസ്റ്റ് ആമസോണിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ബിസിനസ് ടു ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ടു കൺസ്യൂമർ അല്ലേ. അപ്പൊ ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, സെർവർ ഇന്ത്യയിൽ വേണമെന്ന് ഒരു നിർബന്ധമല്ല അല്ലെ. വെദർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും അത് ആക്സെപ്റ്റബിൾ ആണ്. ഇറ്റ് സെൽസ് ഗുഡ്സ് ടു ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവിടെ ബിസിനസ് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഫോറിൻ കമ്പനിയാണോ? ഫോറിൻ കമ്പനിയാണ്, ശരിയല്ലേ. എ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ഇൻ സിംഗപ്പൂർ ആൻഡ് ഇറ്റ് ഹാസ് ഇഷ്യൂഡ് ഡെപ്പോസിറ്റ്സ് ഇൻ ഇന്ത്യ ടു റേസ് ഫണ്ട്സ്. ഓക്കെ, അപ്പൊ എന്താണ് റേസ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ ലിസ്റ്റിലുണ്ട്. പ്ലേസ് ഓഫ് ബിസിനസ് ഇവിടെ ഉണ്ട്, അസ്യൂം ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ. അപ്പൊ അതും എന്താണ്, ഫോറിൻ കമ്പനി ആയിരിക്കും. An American company Meta Platforms has its main server in America. It owns a social media platform called Instagram which provides web-based marketing services in India. Foreign company ആണോ? Yes. Okay. Zekpak Limited is a shipping company incorporated in Japan. The company has set up a branch office in India after obtaining necessary approval from the RBI. Okay. Shipping company incorporated in India. Company has a set up a branch office ആണ്. ബ്രാഞ്ച് ഓഫീസ് എന്ന് പറയുമ്പോൾ എന്താ, നേരത്തെ നമ്മൾ മറ്റേ കേസിൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇവിടെ നടത്തും, അങ്ങനെ ഡയറക്റ്റ് വേണ്ടിട്ടുണ്ട്. ഒരു കമ്പനി ബ്രാഞ്ച് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പൊ ബ്രാഞ്ച് ഓഫീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതെന്താ, ഫിസിക്കൽ ആയിട്ട് തന്നെ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്. ഇന്ത്യയിൽ ബ്രാഞ്ച് ഓഫീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ബിസിനസ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതും ഫോറിൻ കമ്പനി ആയിരിക്കും. An Indian citizen incorporated a company in Singapore for business ആണ്, business in Singapore. Is it a foreign company? Incorporated outside India ആണ്. ഇന്ത്യൻ സിറ്റിസൺ ആയി എന്ന് വിചാരിച്ചിട്ട് അത് ഫോറിൻ കമ്പനി ആവൂല. അതായത് കുറച്ച് ഇന്ത്യൻ സിറ്റിസൺസ് കൂടിയിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് ഒരു കമ്പനി ഉണ്ടാക്കിയാൽ ഓക്കെ, അത് ഫോറിൻ കമ്പനി. ഇന്ത്യയിലെ ഫോറിൻ കമ്പനി മീൻസ് ഇന്ത്യയിലെ കമ്പനീസ് ആക്ടിന്റെ മീനിങ്ങിൽ അത് ഫോറിൻ കമ്പനി ഇവിടെ ടാക്സബിൾ ആവില്ല. അത് അവിടെ എന്തോന്നാ, അവരവിടെ ബിസിനസ് നടത്തുന്നു, അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തു, ഇവിടെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ ഒന്നുമില്ല. അത് ഇവിടെ നമ്മളിവിടെ ഒരു ഫോറിൻ കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോറിൻ കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ടിലത്തെ ഫോറിൻ കമ്പനി, അതായത് ഇന്ത്യയിൽ ടാക്സ് ഒക്കെ കൊടുക്കേണ്ട ഫോറിൻ കമ്പനി, ഇന്ത്യയിലത്തെ കമ്പനീസ് ആക്ട് എന്താ പറയാ കംപ്ലൈ ചെയ്ത് പോകേണ്ട ഫോറിൻ കമ്പനി, അല്ലാണ്ട് മറ്റേ ഫോറിൻ കമ്പനി അല്ല, ഭാഷാപരമായിട്ടുള്ള ഫോറിൻ കമ്പനി അല്ല. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം ഫോറിൻ കമ്പനി അല്ലാതെ. ഓക്കെ. അപ്പൊ ഇൻകോർപ്പറേറ്റഡ് കമ്പനി ഇൻ സിംഗപ്പൂർ ഫോർ ബിസിനസ് ഇൻ സിംഗപ്പൂർ, സിംഗപ്പൂരിന്റെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഫോറിൻ കമ്പനി ആകില്ല. ഓക്കെ. ദ ഫാക്ട് ദാറ്റ് ഫൗണ്ടർ, പ്രൊമോട്ടർ, ഓണർ ഓഫ് എ കമ്പനി ഈസ് ആൻ ഇന്ത്യൻ വുഡ് നോട്ട് ഇമ്പാക്ട് ദി ഡിസിഷൻ വെദർ ഇറ്റ് ഈസ് എ ഫോറിൻ കമ്പനി ഓർ നോട്ട്. F. A company is incorporated in India having 100% foreign shareholding. Is it a foreign company? എന്താണ് ഒന്ന് നോക്കണ്ട. ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ഫോറിൻ കമ്പനി ആവോ? ഫോറിൻ കമ്പനി ആവില്ല, അത് സാധാ ഇന്ത്യൻ കമ്പനിയാണ്. ഓക്കെ. If a company incorporated outside India authorizes Mr. X in India to find customers and enters into contract on behalf of company, is it a foreign company? ആണ്. ത്രൂ ഏജന്റ് അല്ലേ? മിസ്റ്റർ എക്സ് എന്ന് പറയുമ്പോൾ ഏജന്റ് ആണ്. അപ്പൊ അത് ഫോറിൻ കമ്പനിയാണ്. കമ്പനി രജിസ്റ്റേർഡ് ഇൻ മോസ്കോ, റഷ്യ ആൻഡ് ഹാവിംഗ് മെയിൻ സെർവർ ഇൻ മോസ്കോ ഫോർ മെയിൻറ്റെയിനിങ് ഓഫീസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ബൈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഫോർ ഇറ്റ്സ് ക്ലയന്റ് ഇൻ ഇന്ത്യ. ഫോറിൻ കമ്പനിയാണ്. കമ്പനി രജിസ്റ്റേർഡ് അബ്രോഡ് എംപ്ലോയിങ് ഏജൻസ് ഇൻ ഇന്ത്യ ബട്ട് ഹാസ് നോ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. സെയിം സാധനമാണ്, ഫോറിൻ കമ്പനിയാണ്. കമ്പനി രജിസ്റ്റേർഡ് അബ്രോഡ് എംപ്ലോയിഡ് സെയിം സാധനല്ലേ, റിപ്പീറ്റേഷൻ വന്നത് നോട്ടെ. മിസ്റ്റർ എക്സ് ഇൻ ഇന്ത്യ ടു സോഴ്സ് കസ്റ്റമേഴ്സ് ആൻഡ് സബ്സിക്വന്റ്ലി എൻ്റർ കോൺടാക്ട്സ് വിത്ത് ഓൺ ബിഹാഫ് ഓഫ് കമ്പനി. സെയിം ആണ്. ഓക്കെ. അപ്പൊ അതൊക്കെ ഫോറിൻ കമ്പനി ആയിരിക്കും, ശരിയല്ലേ? ഓക്കെ. ഇതൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഫോർ ദി പർപ്പസ് ഓഫ് ദിസ് ക്ലോസ്, ഇലക്ട്രോണിക് ബേസ്ഡ് ഓഫറിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, subscription thereof or listing of securities in the International Financial Services Center set up under section 18 of this CES Act shall not be considered as electronic mode. അതായത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഫോറിൻ കൺട്രികളുടെ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെയറുകൾ വാങ്ങാനൊക്കെ ആയിട്ട്
അതായത് അവരുടെ ഷെയറുകൾ ഇന്ത്യയിലേക്ക് സെല് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് IFSC വഴി ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഓക്കെ, അപ്പൊ അത് വഴിയുള്ള ഷെയർ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ ഷെയർ ട്രാൻസ്ഫർ ഓഫീസ് എന്നൊക്കെ പറഞ്ഞാൽ അത് പ്ലേസ് ഓഫ് ബിസിനസ് ആണെന്നുള്ളത്. പക്ഷെ IFSC ത്രൂ ആണെന്നുണ്ടെങ്കിൽ അതിന് പ്ലേസ് ഓഫ് ബിസിനസ് ഇലക്ട്രോണിക് മോഡ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ IFSC ത്രൂ ഏതെങ്കിലും കമ്പനികൾ ഇവിടെ ഷെയറുകൾ വിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ആൾക്കാർ IFSC ത്രൂ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫോറിൻ കമ്പനി ആയിട്ട് വരില്ല. ഓക്കെ, ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ക്ലോസ് ഇലക്ട്രോണിക് ബേസ്ഡ് ഓഫറിംഗ്സ് ഓഫ് സെക്യൂരിറ്റീസ് സബ്സ്ക്രിപ്ഷൻ ദെയർ ഫോർ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദ ഇന്റർനാഷണൽ. ഇതൊരു ഡെപ്പോസിറ്ററി പോലെയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ കുറെ ഷെയർ ഉണ്ടാവും, ആ ഷെയർ അവർ പബ്ലിക്കിന് വെക്കും, അങ്ങനത്തെ സംഭവമാണ്. അപ്പൊ അതിനെ എന്താണ് ഇലക്ട്രോണിക് മോഡായിട്ട് കാണണ്ട. ഓക്കെ, അപ്പൊ അതാണ് സെക്ഷൻ 378 ആദ്യത്തെ സെക്ഷൻ. 78 അല്ല, അത് ഫോറിൻ കമ്പനിയാണ്, നമ്മൾ ഡെഫിനിഷനേ വേണ്ടുള്ളൂ. 379 ആണ് ആദ്യത്തെ സെക്ഷൻ. ഓക്കെ, അപ്പൊ 379 പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഈ ആക്ടിന്റെ എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് ഈ ഫോറിൻ കമ്പനികൾക്ക് എത്രത്തോളം അപ്ലിക്കബിൾ ആകും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ പറഞ്ഞത് ഒരു ഫോറിൻ കമ്പനിക്ക് സെക്ഷൻ 380 മുതൽ 386 വരെയുള്ള സെക്ഷൻസ് ആണ് ഒരു ഫോറിൻ കമ്പനിക്ക് അപ്ലിക്കബിൾ ആവുക. ആൻഡ് 392 ആൻഡ് 393. ഓക്കെ, അപ്ലിക്കബിൾ ആവാന്ന് പറഞ്ഞാല് എന്താ പറയാ, ഫോറിൻ കമ്പനി ആണെങ്കിലേ ഈ സെക്ഷൻസ് അപ്ലിക്കബിൾ ആവുള്ളൂ. അങ്ങനെ, ഓക്കെ, ഫോറിൻ കമ്പനി ആണെങ്കിലേ ഈ സെക്ഷൻസ് അപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള കുറച്ച് സെക്ഷൻസ് ഉണ്ട്, അത് നമ്മൾ പഠിക്കാൻ പോകണാണ്. അതായത് 387, 89, 87, 88, 89, 90, 91 ഈ 5 സെക്ഷൻസ് എന്ന് പറഞ്ഞാല് ഫോറിൻ കമ്പനിക്ക് മാത്രം അപ്ലിക്കബിൾ ആകുന്നതായിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഫോറിൻ കമ്പനി അല്ലാത്ത, ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിൽ ഇല്ല, ഇന്ത്യയിൽ ബിസിനസ് ആക്ടിവിറ്റിയും ഇല്ല, അങ്ങനത്തെ ഒരു കമ്പനി ആണെങ്കിലും, മനസ്സിലായോ? അതായത് ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല, ഇന്ത്യയിൽ ബിസിനസ് ആക്ടിവിറ്റിയും ഇല്ല. അപ്പൊ അത് ഫോറിൻ കമ്പനി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഫോറിൻ കമ്പനി അല്ല. പക്ഷെ അങ്ങനത്തെ കമ്പനികൾക്ക് പോലും അപ്ലിക്കബിൾ ആകുന്ന സെക്ഷൻസ് ആണ് 387, 88 ഒക്കെ. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം 380 to 386 എന്ന് പറയുന്ന സെക്ഷൻസ് ഫോറിൻ കമ്പനീസിനെ അപ്ലിക്കബിൾ ആവുള്ളൂ. ഓക്കെ, ഫോറിൻ കമ്പനീസിന് അപ്ലിക്കബിൾ ആവുള്ളൂ. അതുപോലെ 392, 93 ഈ സെക്ഷൻസ് ഒക്കെ ഫോറിൻ കമ്പനീസിനാണ് അപ്ലിക്കബിൾ ആവുക. ഇതൊക്കെ നിങ്ങൾ ബുക്ക് നോട്ടിലില്ലേ? ഇനി അടുത്തൊരു സംഭവം നോക്ക്. ഇനി ചില ഫോറിൻ കമ്പനികൾ, എന്താണ് ഫോറിൻ കമ്പനി എന്നാണ്, ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ ബിസിനസ് ഉണ്ട്, ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്. ഓക്കെ, അപ്പോ പക്ഷെ ആ ഫോറിൻ കമ്പനിയില് വെദർ നോട്ട് ലെസ് ദാൻ 50% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, അത് ഇക്വിറ്റി ആണെങ്കിലും പ്രിഫറൻസ് ആണെങ്കിലും. ഓക്കെ, ഉദാഹരണം പറഞ്ഞാല് 100 ഇക്വിറ്റി ഷെയറും 100 പ്രിഫറൻസ് ഷെയറും ഉണ്ട് വിചാരിച്ചോ. ഓക്കെ, ഇതില് ഇന്ത്യക്കാര് ഹോൾഡ് ചെയ്യണത് 50 ഇക്വിറ്റി ഷെയറും 55 പ്രിഫറൻസ് ഷെയറും ആണ്. അപ്പൊ എന്തായി, ഔട്ട് ഓഫ് 200 105 ഇഷ്യൂ, അങ്ങനെ നോക്കിയാൽ മതി. അല്ലാണ്ട് ഇക്വിറ്റി ഷെയർ തന്നെ ഹോൾഡ് ചെയ്യണ്ടോ നോക്കേണ്ട ആവശ്യമില്ല. പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ ഷെയർ ഹോൾഡിങ്ങിന്റെ 50% എങ്കിലും എന്ത് 1 or more സിറ്റിസൺസ് ഓഫ് ഇന്ത്യയാണ് ഹോൾഡ് ചെയ്യണത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരാണ് ഹോൾഡ് ചെയ്യണത്. അതായത് ഒരു കമ്പനി, ആ കമ്പനിയുടെ 50%-ലധികം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്നത് ഇന്ത്യക്കാരാണ്. ഓർ 1 or more കമ്പനീസ് ഓർ ബോഡി കോർപ്പറേറ്റ്സ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് ആണ് അല്ലെങ്കിൽ ഇന്ത്യൻ ബോഡി കോർപ്പറേറ്റ്സ് ആണ് ആ കമ്പനിയിൽ മോർ ദാൻ 50% ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. ഓർ 1 or more സിറ്റിസൺസ് ഇൻ ഇന്ത്യ ഓർ 1 or more കമ്പനീസ് ഓർ ബോഡീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കോമ്പിനേഷൻ, ഇന്ത്യൻ സിറ്റിസൺസും അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺസും ഇന്ത്യൻ ബോഡി കോർപ്പറേറ്റ്സും കൂടിയിട്ടാണ് 50%-ലധികം ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫോറിൻ കമ്പനീസ് ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയുള്ള കമ്പനീസ് എന്തിനാണ് ഷാൾ കംപ്ലൈ വിത്ത് ചാപ്റ്റർ 22 എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ, ഫോറിൻ കമ്പനിയുടെ ചാപ്റ്റർ, ഫോറിൻ കമ്പനിയുടെ റൂൾസ് അതിന് അപ്ലിക്കബിൾ ആയിരിക്കും. ആൻഡ് അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് പ്രിസ്ക്രൈബ്ഡ് വിത്ത് റിഗാർഡ് ടു ബിസിനസ് carried on by it in India as if it were a company incorporated in India. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അങ്ങനെയുള്ള കമ്പനികൾക്ക് ഫോറിൻ കമ്പനിയുടെ റൂൾസും അപ്ലിക്കബിൾ ആകും, മറ്റുള്ള റൂൾസും അപ്ലിക്കബിൾ ആവും. ആക്ട് മൊത്തം അപ്ലിക്കബിൾ ആവും.
ഓക്കെ. അപ്പൊ ഇന്ത്യൻ കമ്പനി പോലെ ട്രീറ്റ് ചെയ്യാം, എന്നാലോ അത് ഫോറിൻ കമ്പനിയാണ്. ഇപ്പൊ സാധാരണ ഇന്ത്യയിൽ മാത്രമുള്ള കമ്പനി ആണെങ്കിൽ അവർക്ക് ഫോറിൻ കമ്പനിയുടെ റൂൾസ് നോക്കേണ്ട ആവശ്യമില്ല, ശരിയല്ലേ? ഇന്ത്യൻ കമ്പനിയുടെ റൂൾസ് മാത്രം നോക്കിയാൽ മതി. ഫോറിൻ കമ്പനി ആണെങ്കിൽ ഫോറിൻ കമ്പനിയുടെ റൂൾസ് മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഇത് രണ്ടും കൂടി കൂടിയതാണ്. അപ്പൊ ഇതിൽ ഇവിടുത്തെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് മറ്റുള്ള റൂൾസും നോക്കണം, അതേപോലെ തന്നെ ഫോറിൻ കമ്പനിക്ക് അപ്ലിക്കബിൾ ആകുന്ന സെക്ഷൻസും നോക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? എക്സാമ്പിൾ, ദ ഷെയർ ഹോൾഡിംഗ് ഓഫ് ഇമാർ കമ്പനി LLC. LLC പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി കേട്ടോ, പുറത്ത് ഇന്ത്യക്ക് പുറത്ത് അങ്ങനെയാണ് പറയാ. ദ ഷെയർ ഹോൾഡിംഗ് ഓഫ് ഇമാർ കമ്പനി LLC ഇൻകോർപ്പറേറ്റഡ് ഇൻ ദുബായ് ആൻഡ് ഹാവിംഗ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ഈസ് ആസ് ഫോളോസ്. ഹിന്ദുജ കമ്പനി ലിമിറ്റഡ് ഇന്ത്യൻ കമ്പനി 26%, വൈശാലി കമ്പനി ലിമിറ്റഡ് ഇന്ത്യൻ കമ്പനിയാണ് 26-25%. സിറ്റിസൺസ് ഓഫ് ദുബായ് ആണ് ബാക്കി. വിച്ച് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് ഷുഡ് ബി കംപ്ലൈഡ് ബൈ ഇമാർ കമ്പനി LLC? എല്ലാതും എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 22 അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രൊവിഷൻസ് വിച്ച് ഈസ് അപ്ലിക്കബിൾ ടു എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അതെല്ലാം അവർക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. രണ്ടാമത്തെ എക്സാമ്പിൾ, എ കമ്പനി ഈസ് രജിസ്റ്റർഡ് ഇൻ സിംഗപ്പൂർ ആൻഡ് ഇറ്റ് ഹാസ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. 20% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി ആർ ഇന്ത്യൻ സിറ്റിസൺസ്. വിച്ച് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് ഷുഡ് ഇറ്റ് ഫോളോ? അപ്പോൾ ചാപ്റ്റർ 22 വരുള്ളൂ എന്ന് പറഞ്ഞാൽ 380 മുതൽ 386, 392, 393 ഈ സെക്ഷൻസ് ആണ് പൊതുവിൽ അതിന് അപ്ലിക്കബിൾ ആവുക. ഓക്കെ, അതിൻ്റെ ഇടയിലുള്ള സെക്ഷൻസ് ഉണ്ട്, അത് അപ്ലിക്കബിൾ ആകും ഫോറിൻ കമ്പനീസിന്. ചാപ്റ്റർ 22 എന്ന് പറഞ്ഞാൽ മതി. ചാപ്റ്റർ 22 ഫോറിൻ കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അതുമായി ബന്ധപ്പെട്ട റൂൾസ് അതിന് അപ്ലിക്കബിൾ ആകും. ഓക്കെ, അപ്പോൾ ആ രണ്ടൊന്ന് വായിക്കും.
മനസ്സിലാ? ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷൻ 380. ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കണേ, എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് ഇതിലല്ല, അടുത്തെല്ലാം ഉണ്ട്. ഡോക്യുമെന്റ്സ് ടു ബി ഡെലിവേർഡ് ടു രജിസ്ട്രാർ ബൈ ഫോറിൻ കമ്പനി. ഓക്കെ, അപ്പോൾ ഒരു ഫോറിൻ കമ്പനി ആയി. ഇപ്പോൾ സെക്ഷൻ 380 പ്രകാരം, സോറി മറ്റേ 242 പ്രകാരം 2 സബ്സെക്ഷൻ 42 അല്ലേ? ഫോറിൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ പിന്നെന്താണ് അവർ ഇവിടുത്തെ ഈ പറയുന്ന സെക്ഷൻ 380 മുതൽ 386 വരെ റൂൾസ് നോക്കണം. അപ്പോൾ 380 എന്താ പറയുന്നത്? എവറി ഫോറിൻ കമ്പനി ഷാൾ വിത്തിൻ 30 days, ചോദിക്കും, വിത്തിൻ 30 days ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇറ്റ്സ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് മോഡോ ഫിസിക്കലിയോ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് അവർക്കിവിടെ ഉണ്ടായ അന്ന് മുതൽ 30 ദിവസത്തിനുള്ളിൽ ഡെലിവർ ടു ദി രജിസ്ട്രാർ ഫോർ രജിസ്ട്രേഷൻ. ഓക്കെ, ഫോറിൻ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സാണ് കൊടുക്കേണ്ടത്? സർട്ടിഫൈഡ് ചാർട്ടർ ഡോക്യുമെന്റ്സ്, MOA, AOA or any other instruments defining constitution. ഓക്കെ, എന്ന് പറഞ്ഞാൽ സാധാ നമ്മൾ നോർമലി MOA ഒക്കെ കൊടുക്കുമല്ലോ ഇൻകോർപ്പറേഷൻ്റെ സമയത്ത്. അപ്പോൾ ആ കമ്പനിയുടെ MOA, AOA ഒക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇനിയിപ്പോൾ അത് വല്ല എന്താ പറയുക, അപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ അതിൻ്റെ ഫ്രാൻസോ അല്ലെങ്കിൽ സ്പെയിനോ ജർമ്മനിയോ ഒക്കെ അതിൻ്റെ അതാത് ഭാഷകളായിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ കൊടുക്കണം. അപ്പോൾ ഈ സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ എന്താണെന്ന് താഴെ പറയുന്നുണ്ട്. സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ, ഓക്കെ, ട്രാൻസ്ലേഷൻ ആരാ സർട്ടിഫൈ ചെയ്യുന്നതൊക്കെ താഴെ പറയുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് എന്താ പറയുക, ട്രാൻസ്ലേറ്റ് ചെയ്തത് ഒരു സർട്ടിഫൈഡ് ട്രാൻസ്ലേറ്റർ, സോറി ഒരു ട്രാൻസ്ലേറ്റർ സർട്ടിഫിക്കേഷൻ ചെയ്യണം. ഓക്കെ, ആരാണ് ട്രാൻസ്ലേറ്റർ ആവുക എന്നുള്ളത് താഴെ പറയുന്നുണ്ട്. ഫുൾ അഡ്രസ് ഓഫ് രജിസ്റ്റേർഡ് ഓർ പ്രിൻസിപ്പൽ ബേസ് ഓഫ് കമ്പനി നോട്ട് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണല്ലോ. അപ്പോൾ ആ ഫോറിൻ കൺട്രിയിലുള്ള ആ രജിസ്റ്റേർഡ് അഡ്രസ്സ്. ഫുൾ അഡ്രസ് ഓഫ് ഓഫീസ് ഓഫ് കമ്പനി ഡീംഡ് ടു ബി പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ഓക്കെ, names and addresses of one or more persons resident in India authorized to accept on behalf of the company service of process notices other documents served on the company. അതായത് കമ്പനിക്ക് വരുന്ന നോട്ടീസുകളും പിന്നെ എന്താ പറയുക അങ്ങനത്തെ ഇൻറ്റിമേഷൻസും സംഭവങ്ങളൊക്കെ വാങ്ങാൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഫോറിൻ കമ്പനി ഉണ്ടാകുമ്പോൾ ആ ഫോറിൻ കമ്പനിയുടെ ഒരു ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവിനെ വെക്കണം ഇല്ലാത്തവരാണെങ്കിൽ. ഒരു പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, അങ്ങനെ ഒരു ഫിസിക്കൽ പ്ലേസ് ഓഫ് ബിസിനസ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ആൾക്കാരുണ്ടാവും അല്ല, അപ്പോൾ അതിന്റെ ചാർജുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഫിസിക്കൽ പ്ലേസ് ഓഫ് ബിസിനസ് ഒന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് എങ്കിലും വേണം. ഇപ്പം നമ്മൾ ഇതേ സാധനം GST-യിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ-കൊമേഴ്സ് അല്ലേ, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പെർട്ടിക്കുലേഴ്സ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ഓൺ ഏർലിയർ ഒക്കേഷൻസ്. മുന്നെപ്പോഴെങ്കിലും ഇതേ കമ്പനി ഇവിടെ വന്നിട്ട് ബിസിനസ് നടത്തി പിന്നെ വേണ്ടാന്ന് വെച്ച് കൂട്ടി പോയിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് പിന്നീട് വീണ്ടും വന്ന് റീസ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഇപ്പൊ അങ്ങനെ കുറെ കമ്പനികൾ കൂട്ടി പോയിട്ടുണ്ടല്ലോ. ഫോർഡ്, ഷവർലെ, പിന്നെ യെസ് ബാങ്ക്, ഹാർലി ഡേവിഡ്സൺ ഒക്കെ പോയില്ലേ? യെസ് ബാങ്ക് പോയി. യെസ് ബാങ്ക് ഒരു ഓപ്പറേഷൻ ഒന്നും ഇല്ല, മുന്നേ ഉള്ള എന്തോ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടെന്നുള്ളൂ, പുതിയതായിട്ടുള്ള ഒന്നും ചെയ്യണില്ല. ഓക്കെ, പാർഷ്യലി നിർത്തിയതായിരിക്കും. അപ്പോൾ പിന്നെ ലിസ്റ്റ് ഓഫ് ദി ഡയറക്ടേഴ്സ് ആൻഡ് സെക്രട്ടറി ഓഫ് ദി കമ്പനി വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഡീറ്റെയിൽസ്. ഓക്കെ, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്? പേഴ്സണൽ നെയിം ആൻഡ് സർനെയിം ഇൻ ഫുൾ, എനി ഫോർമർ നെയിം ഓർ നെയിംസ് ആൻഡ് സർനെയിം ഓർ സർനെയിംസ് ഇൻ ഫുൾ, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, സ്പൗസ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, റെസിഡൻഷ്യൽ അഡ്രസ്, നാഷണാലിറ്റി ഇഫ് ദ പ്രസന്റ് നാഷണാലിറ്റി ഈസ് നോട്ട് ദ നാഷണാലിറ്റി ഓഫ് ഒറിജിൻ. എന്ന് പറഞ്ഞാൽ എന്താ, അയാൾ ജനിച്ച സ്ഥലത്തായിരിക്കില്ല അയാൾക്ക് സിറ്റിസൺഷിപ്പ് ഉള്ളത്, എവിടെയാണോ ജനിച്ചത് അത് ഈസ് നാഷണാലിറ്റി ഓഫ് ഒറിജിൻ. പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ആൻഡ് കൺട്രി ഓഫ് ഇഷ്യൂ. ഇഫ് എ പേഴ്സൺ ഹോൾഡ്സ് മോർ ദാൻ വൺ പാസ്പോർട്ട് ദെൻ ഡീറ്റെയിൽസ് ഓഫ് ഓൾ പാസ്പോർട്ട്സ് ടു ബി ഗിവൻ. അതെങ്ങനെ പറ്റുക? ഒരാൾക്ക് ഒന്നിലധികം പാസ്പോർട്ട് ഉണ്ടാവുമോ? ഒരാൾക്ക് ഒന്നിലധികം പാസ്പോർട്ട് ഉണ്ടാവും.
അങ്ങനെ പറ്റും. ഇവിടുന്ന് ക്യാൻസൽ ചെയ്താൽ പിന്നെ ഒരു പാസ്പോർട്ടല്ലേ ഉള്ളൂ. ഒരാൾക്ക് 2 പാസ്പോർട്ട് ഉണ്ടാവില്ല ഇന്ത്യക്കാരാണെങ്കിൽ. കാരണം ഇന്ത്യയിൽ ഡുവൽ സിറ്റിസൺഷിപ്പ് അലോഡ് അല്ല. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ മാത്രമേ സിറ്റിസൺഷിപ്പ് പറ്റുള്ളൂ. പക്ഷെ എല്ലാ രാജ്യങ്ങളും അങ്ങനെയല്ല. പല രാജ്യങ്ങളിലും ഡുവൽ സിറ്റിസൺഷിപ്പ് പറ്റും. അപ്പോൾ ചില ഉദാഹരണത്തിന് ഈ മൈഗ്രൻസ് അധികമായിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ അമേരിക്ക, കാനഡ, യൂറോപ്പിലെ കുറെ കൺട്രീസ്, അവിടെ കുറെ മൈഗ്രൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് അവരുടെ രാജ്യത്ത് സിറ്റിസൺഷിപ്പ് ഉണ്ടാവും, എന്നാൽ ഇവിടെയും സിറ്റിസൺഷിപ്പ് കൊടുക്കും. ഓക്കെ, അപ്പോൾ കാനഡ ഒക്കെ 5 വർഷം താമസിച്ചാണ് സിറ്റിസൺഷിപ്പ് കിട്ടും. അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പൊ അത്ര ലിബറൽ ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ് പോളിസി ഉള്ളവരുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഡുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ ഡുവൽ പാസ്പോർട്ട് ഉണ്ടാവും, 2 പാസ്പോർട്ട് ഉണ്ടാവും. അതാണ്. അപ്പൊ ഇന്ത്യയിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡുവൽ സിറ്റിസൺഷിപ്പ് പറ്റില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ അക്ഷയ് കുമാറിന്റെ കഥ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അക്ഷയ് കുമാർ ആദ്യം ഇന്ത്യക്കാരനായിരുന്നു, പിന്നെ അയാൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് സറണ്ടർ ചെയ്തിട്ട് പോയിട്ട് കാനഡയിൽ സിറ്റിസൺഷിപ്പ് എടുത്ത്. എന്തിനറിയില്ല. പിന്നെ പുള്ളി ഇപ്പത്തെ പുള്ളിയുടെ ചായ അറിയാലോ, അറിയില്ല അല്ലേ, ആയിക്കോട്ടെ. അപ്പൊ വീണ്ടും കാനഡത്തെ സിറ്റിസൺഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് തന്നെ ആക്കിയിട്ടുണ്ട്. എന്തേ ആര് അക്ഷയ് കുമാർ ആരാണോ? ഓക്കെ, ഇന്ത്യന്റെ സിറ്റിസൺഷിപ്പ് കഴിഞ്ഞ വർഷത്തിൽ 5 ലക്ഷത്തോളം ആൾക്കാർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് സറണ്ടർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആയതുകൊണ്ടേ എല്ലാരും പുറത്തേക്ക് പോവാണ്. ഇപ്പൊ കഴിഞ്ഞ മാസമായിട്ട് ഒരു റിപ്പോർട്ട്, അതായത് അമേരിക്കയിൽ കുറെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട്. എന്നുവെച്ചാല് നേരെ റൂട്ടിലൂടെ വരില്ല. നിങ്ങൾ ഈ ഫിലിം കണ്ടിട്ടില്ല, മറ്റേ CIA മെക്സിക്കോ വഴിയൊക്കെ പോകണ്ടല്ലോ. ഈ ട്രംപ് വന്നപ്പോ ഒരു മെക്സിക്കോയിൽ മതിലിട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങള്? അത് ഈ സംഭവമാണ്. ഈ ഇമിഗ്രൻസ് വരാതിരിക്കാൻ വേണ്ടി. എന്നാല് അമേരിക്കയായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് മെക്സിക്കോ. അപ്പൊ മെക്സിക്കോ വഴിയൊക്കെ പോയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറും. മനസ്സിലായ? അതായത് ഇപ്പൊ ഇവിടുന്ന് ഫ്ലൈറ്റ് ചെയ്തിട്ട് വേറെ ഏതൊരു രാജ്യത്ത് പോകും. ഉദാഹരണം മെക്സിക്കോനെ വിചാരിച്ചു. ഇപ്പൊ ഇവിടെ ക്യൂബ എവിടെയൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ മെക്സിക്കോക്ക് വരും. മെക്സിക്കോക്ക് വന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ബൈ ലാൻഡ് മാർഗം അമേരിക്കയിലേക്ക് കടക്കും. എന്നിട്ട് പിന്നെ കുറെ കാലം അവിടെ ഓരോ പണിക്കെടുത്ത് ജീവിച്ചിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് നേടിയെടുക്കും. അങ്ങനെ അവിടെ നിൽക്കും. അങ്ങനെ കുറെ മലയാളികളുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ത്യന്ന് അങ്ങനെ ചിലത് പിടിക്കപ്പെടുന്നുണ്ട് ആൾക്കാര്. അങ്ങനെ ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 മാസത്തിനിടയില് 97 ആൾക്കാരെ, 97 ആണോ, 97,000 ആണോ കേട്ടാ, 97,000 ആണോ സംശയമുണ്ട്, ഇന്ത്യക്കാരെ മാത്രം അമേരിക്കയുടെ അതിർത്തിന്ന് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഭയങ്കര വൈരുദ്ധ്യാണത് പറയാനില്ല. അതിലേറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഗുജറാത്തിന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അവസ്ഥ മൊത്തം പണ്ട് ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി അല്ലേ? അതിന് പ്രധാന കാരണം എന്താ അറിയോ? കേരളത്തിന് എപ്പോഴും പിടിച്ചു നിർത്തിയിരുന്ന ഗൾഫ് മണിയാണ് കേരളത്തിൽ അത്രയും ഇതാക്കിയത്. ഇപ്പൊ ഗൾഫ് മണി കുറവാ. ഇപ്പൊ കോവിഡ് ഒക്കെ ആയതിനു ശേഷം കുറെ ഇപ്പൊ കോവിഡ് ആയപ്പോ 11 ലക്ഷം മലയാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. 11 ലക്ഷം. ആകെ 3 കോടി ജനങ്ങളുള്ളൂ. അതില് പകുതി കിടാങ്ങളായിരിക്കും, ബാക്കി ചെറിയ കുട്ടികളായിരിക്കും. ജോലി ചെയ്യുന്ന വർക്ക് ഫോഴ്സ് പറഞ്ഞാൽ ഒരു 30-35% ഉണ്ടാവുള്ളൂ. എന്നാൽ 1 കോടി എന്ന് വിചാരിക്കാം. 1 കോടി ഉണ്ടാവില്ല ചിലപ്പോ, അല്ലെ? വർക്ക് ഫോഴ്സ് ഇപ്പൊ സ്ത്രീകളും ഒക്കെ കൂടി കുറച്ചാലും ചിലപ്പോ അത്രയും ഉണ്ടാവില്ല. അതിൽ 11 ലക്ഷം ആളെ ജോലി നഷ്ടപ്പെട്ടു പറഞ്ഞാലോ, അല്ലെ? അപ്പൊ ഇപ്പൊ എല്ലാവരും ഇതാണല്ലോ, യൂറോപ്പ്, കാനഡ, അതാണ് ഇപ്പൊ ട്രെൻഡ്. പക്ഷെ അങ്ങനെ പോണവരെന്താ സംഭവിക്കുക വെച്ചാല് അങ്ങനെ പോലെ അവിടെ സെറ്റിൽ ആവണം ചെയ്യുക. അവര് തിരിച്ചു വരില്ല. മിക്കവാറും അങ്ങനെയാണ്. അവിടെ പോവും, അവിടെ പഠിക്കും, അവിടുത്തെ കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലിയാവും. കുറെ കാലം കഴിഞ്ഞാൽ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടും, അവിടെ നിൽക്കും. അതിനാണ് ഇന്ന് പോണൊക്കെ ആൾക്കാർ. എന്തിനാ പോണത്? അതിനാ പോണത്. ഇപ്പൊ നിങ്ങള് ഈ തെക്കൻ കേരളത്തിനെ കുറിച്ച് ഒരു പഠനമുണ്ട്. എന്ന് വെച്ചാല് കുറെ വീടുകള് ഫുള്ള് അടഞ്ഞെടുക്കുകയാണ്. അത് വേറെ, വീടുകൾ ഫുള്ള് അടഞ്ഞെടുക്കുക. കാരണം വെച്ചാൽ ഇതാണ്, ഇവിടെ വീടുണ്ടാവും പക്ഷെ ഒരു വിദേശത്തായിരിക്കും. അതേപോലെ ഈ പറഞ്ഞ പോലെ പാരന്റ്സ് നോക്കാൻ ആൾക്കാരല്ല, മക്കളൊക്കെ വിദേശത്താണ്. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ കേരളത്തിലുണ്ട്. കേരളത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും ഉള്ള തന്നെയാണ്.
അപ്പൊ അതിന്റെ ഒക്കെ പ്രശ്നം എന്താണ്? ഇവിടെ എല്ലാവർക്കും നല്ല ജോലി ഉണ്ട്, അതുകൊണ്ടാണ് നമ്മള് വിശ്വഗുരുവാൻ പോവാണല്ലോ. എല്ലാ രാജ്യത്തിനും മാതൃകയാകാൻ പോണ രാജ്യമാണ്. ശരി, ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ, അപ്പോ പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ്, അപ്പൊ മൾട്ടിപ്പിൾ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇൻകം ടാക്സ് പാൻ ഉണ്ടെങ്കിൽ അത്, ഒക്കുപേഷൻ ഇഫ് എനി, ഒക്കുപേഷൻ ഇഫ് എനി അടുത്ത പോയിന്റ് ആണ്. പോയിന്റ് ഒരു ഇതാണ്, വെദർ ഡയറക്ടർഷിപ്പ് ഇൻ എനി അതർ ഇന്ത്യൻ കമ്പനി. വേറെ ഏതെങ്കിലും കമ്പനി ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അയാളുടെ ഡിന്ന് എന്ന് പറഞ്ഞാൽ വേറെ ഏതോ കമ്പനി ഡയറക്ടർ ആണെന്ന് പറയുമ്പോൾ ഓൾറെഡി ആൾക്ക് ഡിന്ന് ഉണ്ടാവുമല്ലോ, ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവുമല്ലോ. അപ്പൊ ഡിന്ന് കൊടുക്കുക, ഏത് കമ്പനിയിലാണ് ഡയറക്ടർ ആയിട്ടുള്ളത് അതിന്റെ സിന്ന് കൊടുക്കുക. അതർ ഡയറക്ടർഷിപ്പ് ഓർ ഡയറക്ടർഷിപ്സ് ഹെൽഡ് ബൈ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലല്ലാത്ത മറ്റ് രാജ്യങ്ങളിൽ അയാൾക്ക് ഡയറക്ടർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽസ് കൊടുക്കുക. മെമ്പർഷിപ്പ് നമ്പർ ഫോർ സെക്രട്ടറീസ് ഓൺലി, ഇമെയിൽ ഐ ഡി. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിന്റെ ഡയറക്ടേഴ്സ് ഓർ സെക്രട്ടറി ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്, വിത്തിൻ 30 ഡേയ്സിന്റെ ഉള്ളിൽ ROCക്ക് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പൊ MOA, AOA, പിന്നെന്താണ് ഫുൾ അഡ്രസ് ഔട്ട്സൈഡ് ഇന്ത്യ, ഫുൾ അഡ്രസ് ഇന്ത്യയിലുള്ളത്, പിന്നെന്താണ് നെയിം ഓഫ് ദി ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് അയാളത്, പിന്നെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് മുന്നേ ഏതെങ്കിലും കാലത്ത് ഇന്ത്യയിൽ ബിസിനസ് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ കമ്പനിയുടെ ഡയറക്ടേഴ്സ്, സെക്രട്ടറിയുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി ഡിക്ലറേഷൻ ദാറ്റ് നൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ഓർ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ഇൻ ഇന്ത്യ ഹാസ് എവർ ബീൻ കൺവിക്റ്റഡ് ഓർ ഡീബാർഡ് ഫ്രം ഫോർമേഷൻ ഓഫ് കമ്പനീസ് ആൻഡ് മാനേജ്മെന്റ് ഇൻ ഇന്ത്യ ഓർ അബ്രോഡ്. ഇനി അതർ ഇൻഫർമേഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അപ്പൊ ഇത് തിയറായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യത കുറവാണ്. ഈ വിത്തിൻ 30 ഡേയ്സ് നിങ്ങൾ ആലോചിച്ച് ചോദിക്കാം, അത് നോക്കി വെച്ചോ, ഓർത്ത് വെച്ചോ. പിന്നെ MCQലൊക്കെ വല്ലതും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. ട്രൂ ഓർ ഫോൾസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ, ജാക്സൺ കമ്മ്യൂണിക്കേഷൻസ് LLC ഇൻകോർപ്പറേറ്റഡ് ഇൻ അരിസോണ USA has established a principal place of business at Kolkata. It is required to deliver requisite documents to the specified authority in India within how many days? 30 days. Study material MCQ. Deji is a company limited incorporated in Singapore, desires to establish a branch office at Mumbai. You, being a practicing CA, have been appointed by the company as a licensed officer for compliance of legal formalities on behalf of the company. Examining the provisions of the Companies Act, answer the following: whether branch office will be considered as a company incorporated outside India. അതായത് ഫോറിൻ കമ്പനി ആവാന്നാ ചോദിച്ചത്. ഫോറിൻ കമ്പനി ആവാന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് നോക്കിയാൽ മതി. ഇൻകോർപ്പറേറ്റഡ് ഇൻ സിംഗപ്പൂരാണ്, അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയാണ് ഒന്ന്. അവർക്ക് ബ്രാഞ്ച് ഓഫീസിൽ ഇന്ത്യയിലാണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലുണ്ട്, അല്ലേ? ശരിയല്ലേ? ഓക്കെ, ഡിസൈസ് ടു എസ്റ്റാബ്ലിഷ് എ ബ്രാഞ്ച് ഓഫീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ബിസിനസ്സും ഉണ്ട്. അപ്പൊ എന്താണ്, കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയാണ് എന്ന് പറഞ്ഞാൽ ഫോറിൻ കമ്പനിയാണ്. If yes, state the documents you are required to furnish on behalf of the company on the establishment of a branch office at Mumbai. നമ്മൾ നേരത്തെ പറഞ്ഞത്, മുകളിൽ പറഞ്ഞത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ പോയിന്റ്. അതായത് ഇപ്പൊ കമ്പനി ഇപ്പൊ മുംബൈയിലാണ് വിചാരിച്ചോ, അല്ലെങ്കിൽ കൊൽക്കത്തയാണ് വിചാരിച്ചോ, അല്ലെങ്കിൽ കേരളത്തിലാണ് വിചാരിച്ചോ ഒരു ബ്രാഞ്ച് തുടങ്ങിയത്. പക്ഷെ ഫോറിൻ കമ്പനിയുടെ ഡോക്യുമെന്റ്സ് മൊത്തം അയക്കേണ്ടത് ന്യൂഡൽഹിയിലുള്ള ROCക്കാണ്. ഓക്കെ, ന്യൂഡൽഹിന്റെ ജൂറിസ്ഡിക്ഷൻ ഏത് ROCക്കാണോ ആ ROCക്കാണ് അയക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ കേരളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൗത്ത് ഇന്ത്യയിലോ ആണെങ്കിൽ പോലും ആണ് അവരുടെ ഓഫീസ് പ്ലേസ് ഓഫ് ബിസിനസ് എന്നുണ്ടെങ്കിൽ പോലും, അതായത് ഫിസിക്കൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്, അത് കേരളത്തിലാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണ് അല്ലെങ്കിൽ ഹൈദരാബാദിലാണ്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ന്യൂഡൽഹിയിലുള്ള, ഇത് ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ് കേട്ടോ. ന്യൂഡൽഹിയിലാണ് അതിന്റെ ഇതുണ്ടാവുക, അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കണ്ടേ. ഓക്കെ, ഇനി എന്താണ് ഈ റൂൾസിൽ പറയണത്? അബൌവ് ഇൻഫർമേഷൻ ടു ബി ഫയൽഡ് വിത്ത് ROC ഇൻ ഫോം FC1. ഫോൺ നമ്പർ പഠിച്ചോ. ഈ ഫോറിൻ കമ്പനിയുടെ അല്ലാതെ FC സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ FC1 ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കേണ്ടത്. Above application to be supported with an attested copy of approval of RBI under FEMA and approval from other regulators.
അണ്ടർ ഫെമ വേണ്ടേ, RBI കോമ ഇട്ടാൽ മതി. അപ്രൂവൽ ഓഫ് RBI ഫെമ ആൻഡ് അപ്രൂവൽ ഫ്രം അതർ. അല്ലല്ല അങ്ങനെ തന്നെ എട്ടിയോ, ഞാൻ വായിച്ചു ഫെമനെ. Approval of RBI under FEMA and approval from other regulators if required, or declaration from authorized representative, AR authorized representative, that no such approval is required. If no such approval is required എന്ന് പറഞ്ഞാൽ അപ്രൂവൽ RBIന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെഗുലേറ്റേഴ്സിൻ്റെതോ അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ അപ്രൂവലും കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഇനി അപ്രൂവൽ കിട്ടേണ്ട ആവശ്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് അതിൻ്റെ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. അതായത് ഞങ്ങൾക്ക് ഒരു റെഗുലേറ്ററിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ RBIന്റെ കയ്യിൽ നിന്നും എന്താ പറയുക അപ്രൂവൽ വേണ്ടതില്ല എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ കൊടുക്കണം. ഇനി ഇഫ് എ ഫോറിൻ കമ്പനി സീസസ് ടു ഹാവ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർ ഇവിടുന്ന് പോവാണ്, ഇറ്റ് ഷാൾ ഫോർത്ത് വിത്ത് ഗിവിംഗ് നോട്ടീസ് ടു ROC ആൻഡ് ഫ്രം ഡേറ്റ് ഓഫ് സച്ച് നോട്ടീസ് ഒബ്ലിഗേഷൻ ടു ഫയൽ ഡോക്യുമെന്റ്സ് വിത്ത് ROC സീസസ് പ്രൊവൈഡഡ് നോ അതർ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ വേറെ പ്ലേസ് ഓഫ് ബിസിനസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ROCക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു, ഓക്കെ, അവരുടെ ബിസിനസ് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. Any alteration to documents already submitted to ROC inform ROC 1 കേട്ടോ, ഒരു 1 ഉണ്ട്, അല്ല ഒരു മിനിറ്റ് അല്ല സോറി. Any alteration to documents already submitted to ROC, inform ROC എന്നാണ്. Inform ROC within 30 days of alteration. അപ്പോൾ ഫസ്റ്റ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന ഫോം FC1, ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ ആ ഓൾട്രേഷൻ കൊടുക്കുന്ന ഫോമാണ് FC2. Okay. Example: Swift Pharmaceuticals, a company registered in Singapore, has started its business in India during the financial year 2016. The company has submitted all the required documents with the registrar within the due date. On March 1, 2023, Swift Pharmaceuticals has shifted its principal office in Singapore. Does the company require to undertake any steps due to change in address of principal office? Okay, വേണ്ടേ എന്തെങ്കിലും അതായത് FC1 കൊടുത്തിട്ടുള്ള ആദ്യം കൊടുത്തുള്ള ഡീറ്റെയിൽസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താണോ മാറ്റം വന്നത്, കാരണം അവിടെ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്ത്, ഡീറ്റെയിൽ ആണ് എന്ത്, അതിന്റെ ഒറിജിനൽ പ്ലേസ് ഓഫ് ബിസിനസിന്റെ സ്ഥലം, ഫോറിൻ കൺട്രിയിലെ പ്ലേസ് ഓഫ് ബിസിനസിന്റെ സ്ഥലം നമ്മൾ നേരത്തെ കൊടുത്ത ഡോക്യുമെന്റ്സിൽ ഉണ്ടാവും. അപ്പൊ അതാണ് മാറിയത്, അതാണ് അതിന്റെ കാരണം. അപ്പൊ നേരത്തെ കൊടുത്തുള്ള ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിലാണ് FC2 ഓൾട്രേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തൊരു പോയിന്റ്, ഫോറിൻ കമ്പനി എക്സിസ്റ്റിംഗ് അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് കമ്പനീസ് ആക്ട് 2. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഫോറിൻ കമ്പനി എക്സിസ്റ്റിംഗ് അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 which has not delivered to the registrar the documents and particulars specified in section 592(1) of the Companies Act 1956 എന്ന് പറഞ്ഞാല് കമ്പനീസ് ആക്ട് 2013 വരുന്നതിന്റെ മുന്നേ ഇന്ത്യയിൽ ഉള്ള ഫോറിൻ കമ്പനീസ് അവരെന്ത് ചെയ്തിട്ടില്ല, ഈ 1956 കമ്പനീസ് ആക്ട് പ്രകാരം ROCക്ക് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? ഓക്കെ, 2013 ആണ് ഇപ്പോൾ ഉള്ളത്, പക്ഷെ ഈ ഫോറിൻ കമ്പനി വളരെ മുന്നേ ഉള്ളതാണ്. 1956 ആക്ട് ഇവിടെ അപ്ലിക്കബിൾ ആകുന്ന സമയത്തുള്ളതാണ്. ആ സമയത്ത് ROCക്ക് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ it shall continue to be subject to the obligation to deliver those documents and particulars in accordance with the Companies Act 1956 എന്ന് പറഞ്ഞാൽ അവർ കമ്പനീസ് ആക്ട് 1956 തന്നെയാണ് നോക്കേണ്ടത്. ഓക്കെ, കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള ഡോക്യുമെന്റ്സ് അല്ല കൊടുക്കേണ്ടത്, 1956 പ്രകാരമുള്ള ഡോക്യുമെന്റ്സും ഡീറ്റെയിൽസും ആണ് കൊടുക്കേണ്ടി വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, എക്സാമ്പിൾ, സെർച്ച് ആൻഡ് ഫൈൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് incorporated in Singapore. The company sells its goods through electronic mode on the e-commerce platforms in India. However, does not have any branch or office in India. Is the company required to submit the documents as required under section 380 of the Companies Act 2013? ആണ്. കാരണം എന്താണ്, കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതാണ് എഴുതേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ. ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് സിംഗപ്പൂരിലാണ്, ഇവിടെ ഇ കോമേഴ്സ് ത്രൂ ആണെന്ന് പറയുമ്പോൾ ഇവിടെ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്, ഇന്ത്യയിലെ ഒരു സാധനങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഫോറിൻ കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഫോറിൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 30 days FC1 ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കണം. അതാണ് അതിന്റെ ആൻസർ. എ ഫോറിൻ കമ്പനി ഹാസ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ വെസ്റ്റ് ബംഗാൾ
To which ROC will it file necessary documents to ഏതാ ന്യൂഡൽഹി ROC-ക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എവിടെയാണെങ്കിലും ഈ ഇനീഷ്യൽ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നത് ന്യൂഡൽഹിയിലുള്ള ROC-ക്കായിരിക്കും, ന്യൂഡൽഹിയുടെ ജൂറിസ്ഡിക്ഷനുള്ള ROC-ക്കായിരിക്കും. ഓക്കെ, വായിച്ചോ വേണം. എന്താണ് വായിക്കും അവർ വായിക്കും. ക്ലാസ് എടുത്തിട്ടാണ് വരുന്നേക്കേണ്ടി വന്നത്. കാലുവേന വയസ്സായ ആൾക്കാരെ പോലെ ഇപ്പൊ തന്നെ കാലുവേന തുടങ്ങി. പണ്ട് ഞാൻ ക്ലാസ്സിൽ മുമ്പേ തീരെ ഇരിക്കൂലായിരുന്നു, അതുകൊണ്ട് കിട്ടിയതാ. രാവിലെ ക്ലാസ് തുടങ്ങിയ ബ്രേക്ക് വരെ നിൽക്കും, പിന്നെ ബ്രേക്ക് കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്ക് നിൽക്കും. അങ്ങനെ ശ്രദ്ധിച്ചോ നമ്മളൊക്കെ. ഫ്ലിപ്കാർട്ട് എങ്ങനെ ഇന്ത്യൻ കമ്പനി ആയിരുന്നോ? ഇന്ത്യൻ കമ്പനിയാണല്ലോ. ഫ്ലിപ്കാർട്ടോ? അല്ല, ഫ്ലിപ്കാർട്ട് ഇന്ത്യ ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. വേറെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫ്ലിപ്കാർട്ട് ഇന്ത്യൻ കമ്പനിയാണല്ലോ. അല്ലടാ, അതിന്റെ ഫൗണ്ടർ ഇന്ത്യക്കാരനല്ലേ?
പക്ഷെ അവിടെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? പക്ഷെ പിന്നെ അവരിവിടെ വന്നിട്ട് കമ്പനീസ് ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫ്ലിപ്കാർട്ട് ആദ്യം ഒരു ഹെൽത്ത് കെയർ കമ്പനി ആയിരുന്നു. സച്ചിൻ ബൻസൽ, വിന്നി ബൻസൽ ഇവരാണ് ഫൗണ്ടേഴ്സ്. ബാംഗ്ലൂരാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അവരുടെ സിംഗപ്പൂരിൽ ലീഗൽ ഡൊമിസൈൽ. ഫ്ലിപ്കാർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, പ്രൈവറ്റ് കമ്പനിയാണ്. ഫ്ലിപ്കാർട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഫ്ലിപ്കാർട്ട് പിന്നെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അടുത്തത് അക്കൗണ്ട്സ് ഓഫ് ഫോറിൻ കമ്പനി. അക്കൗണ്ട്സ് ഓഫ് ഫോറിൻ കമ്പനി ഓഡിറ്റ് ഒക്കെ നമ്മൾ ഏതാണ്ട് 128 ആ സെക്ഷൻസ് ഒക്കെ പോലെ തന്നെയാണ്. പക്ഷെ അവരുടെ ഇന്ത്യൻ ബിസിനസിന്റെ മാത്രം കൊടുത്താൽ മതി എന്ന് മാത്രം. അതായത് ഇപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണ്, അവർ മൊത്തം ഗ്ലോബൽ അവരുടെ ബിസിനസ്സിന് ഇവിടെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ ഇന്ത്യൻ ബിസിനസ് ആക്ടിവിറ്റിയുടെ ഡീറ്റെയിൽസ് മാത്രം ഇവിടെ വെച്ചാൽ മതി. അപ്പം അങ്ങനെ ഓഡിറ്റ് ഒക്കെ അവർക്ക് നമ്മളെ സാധാരണ നമ്മുടെ ഈ ഓഡിറ്റിന്റെ മൊത്തം ചാപ്റ്റർ സാധാരണ ഒരു കമ്പനിയെ പോലെ അവർക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കാം. എവറി ഫോറിൻ കമ്പനി ഷാൾ ഇൻ എവറി കലണ്ടർ ഇയർ എന്നാണ് ആക്ടിൽ പറയണമെന്നുണ്ടെങ്കിലും ഇതിന്റെ റൂൾസിൽ ഫിനാൻഷ്യൽ ഇയേഴ്സ് എന്നാണ് പറയുന്നത്. കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ ജാനുവരി ടു ഡിസംബർ അല്ലേ. അപ്പൊ റൂൾസ് വിൽ ഓവർ എന്നാണ് ഈ കേസിൽ നോക്കിയപ്പോൾ മനസ്സിലായത്. ഓക്കെ, റൂൾസ് വിൽ ഓവർ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞാൽ അതിന്റെ അകത്ത് എന്താ, ഫിനാൻഷ്യൽ ഇയർ ആണ്, ഫിനാൻഷ്യൽ ഇയറിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ബുക്സ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മേക്ക് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോംസ് ഇൻക്ലൂഡിംഗ് അറ്റാച്ച്മെന്റ്സ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ഷെഡ്യൂൾ 3. അപ്പോൾ ഷെഡ്യൂൾ 3 തന്നെയാണ് ഫിനാൻഷ്യൽസ് ഉണ്ടാക്കേണ്ടത്. ഡെലിവർ എ കോപ്പി ഓഫ് ദോസ് ഡോക്യുമെന്റ്സ് ടു ദി രജിസ്ട്രാർ വിത്തിൻ 6 months ഫ്രം ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതെ മറ്റേനായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ സാധാരണ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പനി എന്താ ചെയ്യാം, AGM അപ്രൂവ് ചെയ്തിട്ട് AGM സംഭവം ഇവർക്ക് അപ്ലിക്കബിൾ ആവില്ലല്ലോ. കാരണം ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സാണ്. മെമ്പേഴ്സൊന്നും ഇവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, കമ്പനിയുടെ മെമ്പേഴ്സ് അവിടെ ഇവിടെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അപ്ലിക്കബിൾ അല്ല. സാധാരണ AGM അപ്രൂവ് ചെയ്തിട്ട് അത് വിത്തിൻ 30 days ചെയ്യാന്നുള്ളതാണല്ലോ. AC4 ഫയൽ ചെയ്യാന്നുള്ളതാണ് റൂള്. ഓക്കെ, അപ്പോൾ വിത്തിൻ AGM നോർമലി നടക്കപ്പോഴാണ് 6 മാസത്തിനുള്ളിൽ അല്ലേ. ആ 6 മാസത്തിനാണ് ഈ 6 മാസം, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ 6 മാസം കഴിഞ്ഞിട്ട്, അതായത് AGM നടന്നിട്ട് 1 മാസം കൂടിയാണ് നമ്മൾ മറ്റേല് പറയാ. ഇവിടെ എന്താണ്, ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ആനുവൽ ബാലൻസ് ഷീറ്റ് ഒക്കെ ROCക്ക് ഫയൽ ചെയ്യണം. ഓക്കെ, 3 months വേണമെങ്കിൽ എക്സ്റ്റൻഷൻ കിട്ടും. FC1 3.
Okay. Central government may exempt foreign companies from applicability of this. Okay. If not in English, certified translation thereof in English is to be annexed. Okay. ഇനി അടുത്ത സംഭവങ്ങളിൽ ഒരു പോയിന്റ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ടാവുക 4 എന്നുള്ളത് അല്ലേ, അത് ശരിക്കും ഒരു ഹെഡിങ് ആണ്. അപ്പോൾ ആ പോയിന്റ് വെട്ടിയിട്ട് ഹെഡിങ് ആക്ക്, അതിന് താഴെയൊക്കെ 1 2 3 ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഡോക്യുമെന്റ്സ് ടു അറ്റാച്ച്, അതായത് ഈ 180 ഈ 6 മന്ത്സിന്റെ ഉള്ളിൽ P&L ബാലൻസ് ഷീറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കൊടുക്കേണ്ട സംഭവങ്ങൾ. ഡോക്യുമെന്റ്സ് ആസ് പെർ ചാപ്റ്റർ ഓഫ് അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്. ഓക്കെ, എന്താ നമ്മൾ സാധാരണ അറ്റാച്ച് ചെയ്യുക ഫിനാൻഷ്യൽസിന്റെ കൂടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും ബോർഡ്സ് റിപ്പോർട്ടും ആണ്. പിന്നെ ഡോക്യുമെന്റ് റിലേറ്റിംഗ് ടു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പാരന്റ് ഫോറിൻ കമ്പനി ആസ് സബ്മിറ്റഡ് ടു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ഇൻ കൺട്രി ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെന്തായാലും ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ ഇന്ത്യയിൽ ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള സബ്സിഡിയറി ആണെങ്കിലും ഫോറിൻ സബ്സിഡിയറി ആണെങ്കിലും അതിനൊക്കെ CFS ഉണ്ടാക്കൂലേ. അപ്പൊ അതേപോലെ തന്നെ ഫോറിൻ കൺട്രി ആകുമ്പോൾ, പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി ആകുമ്പോൾ അവർക്ക് ഇന്ത്യയിലുള്ള ബ്രാഞ്ചിന്റെ ഒക്കെ CFS അവർ ഉണ്ടാക്കുമല്ലോ. അപ്പൊ ആ CFS എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇന്ത്യയിൽ മാത്രമായിരിക്കില്ല, ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ടാവും, മൊത്തത്തിലുള്ള CFS ആയിരിക്കും അല്ലേ. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് UK ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി വെച്ചാൽ അപ്പൊ UK വേറെ കുറെ യൂറോപ്യൻ കൺട്രീസിലും പിന്നെ ഏഷ്യയില് പിന്നെ ദുബായ് അതുപോലെ ഇന്ത്യ ഈ 2 രാജ്യത്തുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ CFS എന്ന് പറയുമ്പോൾ ഈ UK മൊത്തം യൂറോപ്യൻ കൺട്രീസിലുള്ളതും ഇന്ത്യയിലുള്ളതും ദുബായിലുള്ളതും എല്ലാം ഉണ്ടാവും CFS അല്ലെ. ആ CFS എന്ത് ചെയ്യണം, ഇവിടെ സബ്മിറ്റ് ചെയ്യണം, ഇന്ത്യയിൽ ROCക്കും സബ്മിറ്റ് ചെയ്യണം. ഇംഗ്ലീഷ് അല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലേക്ക് സർട്ടിഫൈ ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, ഇതൊക്കെ നമ്മൾ AOC4 ഫയൽ ചെയ്യുമ്പോൾ അതിന്റെ കൂടെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ സെപ്പറേറ്റ് ഒരു ഫോം ഇല്ലാത്തതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ കൊടുക്കുകയാണ്. ഓക്കെ, AOC4 നോർമലി ഇന്ത്യൻ കമ്പനീസ് ചെയ്യുമ്പോഴും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതേപോലെ തന്നെ ഫോറിൻ കമ്പനീസിന്റെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസും റിപ്പോർട്ട് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് റിപ്പാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാല് ഇവിടെ ബിസിനസ് നടത്തുന്ന എന്തിനാ, കമ്പനി ലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ. എന്നിട്ട് ആ പൈസ അവർ കൊണ്ടുപോയി ചിലപ്പോ, അതായത് റിസോഴ്സിൽ നിന്നിട്ട് അങ്ങോട്ട് അവരെ രാജ്യത്ത് ഹെഡ് ഓഫീസിലേക്ക് ഫണ്ട് കൊണ്ടുപോകണ്ടെങ്കിൽ അതിനാണ് റിപ്പാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയാം. ഈ വേർഡുകൾ മുന്നേ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ. അതായത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സ്പോർട്ട് എന്നല്ല, ഇതേപോലെ തന്നെ ഫോറിൻ കൺട്രീസിലൊക്കെ നമുക്ക് ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ ഇങ്ങോട്ട് അതിന്റെ ഫണ്ട് വരണം, അങ്ങനെ കുറെ റൂൾസ് ഒക്കെ ഉണ്ട് ഈ എക്സ്പോർട്ടുമായി കണക്റ്റഡ് ആയിട്ടൊക്കെ. അപ്പൊ അങ്ങനെ ഈ വേർഡൊക്കെ റിപ്പാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് അതിന്റെ എന്താ പറയാ മാതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിലേക്ക് അതിന്റെ മെയിൻ സ്ഥലത്തേക്ക് കൊണ്ടുവരിക. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, ഇനി ഇതല്ലാണ്ട് ഈ റിപ്പാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതിയിൽ ഇവിടുന്ന് ഫണ്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇൻക്ലൂഡിങ് ഡിവിഡൻഡ്, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ലിസ്റ്റ് ഓഫ് ഓൾ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ആസ് അറ്റ് ദി ഡേറ്റ് വിത്ത് റെഫറൻസ് ടു വിച്ച് ദ ബാലൻസ് ഷീറ്റ് ഈസ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ എത്ര പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലുണ്ട് ആ പ്ലേസ് ഓഫ് ബിസിനസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അത് സെപ്പറേറ്റ് ഫോമാണ് FC3. അപ്പൊ FC1 എന്താണ് ഡോക്യുമെന്റ്സ് കൊടുക്കുക, FC2 എന്ന് പറഞ്ഞാൽ ഓൾട്ടറേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, FC3 എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ആസ് ഓൺ ദി ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഓഡിറ്റ് ഓഫ് ബുക്സ് ഓഫ് ഇന്ത്യൻ ബിസിനസ് ഓപ്പറേഷൻസ് മാൻഡേറ്ററി ആണ് ബൈ എ പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ ഫേം ഓർ LLP ഓഫ് CS. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ബിസിനസ് ഓപ്പറേഷൻ അണ്ടർലൈൻ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ മൊത്തം കമ്പനിയുടെ സാധനം ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ CFS അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? CFS ഉള്ളത് അറ്റാച്ച് ചെയ്യണം, പക്ഷെ ഓഡിറ്റ് ചെയ്യേണ്ട സാധനം പറഞ്ഞാൽ ഇന്ത്യൻ ഓപ്പറേഷൻ ആണ്. ഓക്കെ, പ്രൊവിഷൻസ് ഓഫ് ചാപ്റ്റർ 10 ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് ഷാൾ അപ്ലൈ മുട്ടാണ്ടിസ്. ഓക്കെ, provided that where a company or body corporate which is a holding company or subsidiary or associate company incorporated outside India and is required to follow a different financial year for consolidation of its accounts outside India, central government may on an application made by that company or body corporate in such form and manner as may be prescribed allow any period as its financial year whether or not that period is a year.
എന്ന് പറഞ്ഞാൽ ഒരു ഇയർ ആയിട്ടില്ലെങ്കിൽ പോലും, അതായത് നമ്മൾ ഇതേ സാധനം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കണ്ടിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഒരു ഇയർ ആണ് ഫിനാൻഷ്യൽ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെൻട്രൽ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ കൊടുത്താൽ സെൻട്രൽ ഗവൺമെന്റ് അതിനുള്ള അപ്രൂവൽ തരും. എക്സാമ്പിൾ, ROK Limited is a company incorporated outside India having a place of business in India. ROK Limited is a subsidiary of HOK Limited registered in Australia and is required to consolidate its accounts with HOK Limited. Accordingly, if HOK Limited is required to follow financial year other than 31st day of the March every year, can ROK do so too? പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ആൻസർ ഈ ഒരു പ്രൊവിഷനൊക്കെ എഴുതണം. ഓക്കെ, who can authenticate the translations of documents? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് സർട്ടിഫൈഡ് ട്രാൻസ്ലേറ്റർ എന്ന് പറയില്ലേ. അപ്പൊ ആർക്കാണ് ഈ ട്രാൻസ്ലേഷൻ സർട്ടിഫൈ ചെയ്യാൻ പറ്റുക? അപ്പോൾ വേർ എ ട്രാൻസ്ലേഷൻ ഈസ് മെയ്ഡ് വിത്തിൻ ഇന്ത്യ ഇറ്റ് ഷാൽ ബി authenticated by an advocate, attorney or pleader entitled to appear before any high court. അപ്പോൾ ഹൈക്കോർട്ട് വക്കീൽമാർക്ക് അത് പറ്റും. An affidavit of a competent person having, in the opinion of the registrar, an adequate knowledge of the language of the original and of English. എന്ന് പറഞ്ഞാൽ ഇത് വേറൊരാളാണെങ്കിലും അയാൾക്ക് രണ്ട് ഭാഷയിലും പ്രാവീണ്യം ഉണ്ട് എന്ന് രജിസ്ട്രാറിന്റെ കയ്യിൽ നിന്ന് അഫിഡവിറ്റ് കിട്ടിയിട്ടുള്ള ഒരാൾ, അയാൾക്കും ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസ്പ്ലേ ഓഫ് നെയിം എക്സെട്ര ഓഫ് ഫോറിൻ കമ്പനി. അവിടെയാണ് ഒരു സാധനം ഞാൻ വിട്ടുപോയിട്ടുള്ളത്. രണ്ട് സെക്ഷൻസ് ഒരുമിച്ചല്ല കിടക്കണങ്ങളിൽ, അതിൻ്റെ ഇടയിൽ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടേബിൾ നോട്ടിൽ എഴുതിക്കോ. എവിടെയും കയറ്റാൻ പറ്റൂല, അത്യാവശ്യം വലിയ ടേബിളാണ്. അവിടെ ഇത്ര എഴുതാൻ പറ്റുമോ? ഈ ടേബിളിൽ കയറ്റാൻ പറ്റുമോ? ആ മതി. രണ്ട് പേജിട്ട് ഇനി ഒരു സാധനം കൂടി കയറ്റാണ്ട് കഴിഞ്ഞിട്ടാ, അതിനും കൂടി സ്ഥലം ഉണ്ടേ. അതാ ഈ ടേബിളും കൂടി കയറ്റാണ്ട്. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞാലേ ഈ ഫോറിൻ കമ്പനിയുടെ പേര് നമുക്ക് ആദ്യം പറയാം, എന്നിട്ട് എഴുതാം. ഫോറിൻ കമ്പനിയുടെ പേര് എവിടെയൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാണ്. ഏതൊക്കെ GST-ലൊക്കെ നമ്മൾ ഇതേപോലത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഒന്ന്, ഔട്ട്സൈഡ് ഓഫ് എവരി ഓഫീസ് ഓർ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ പുറത്ത് നെയിം ബോർഡ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അവിടെ. അപ്പൊ അത് എന്തൊക്കെയാണ് കൊടുക്കണ്ടേ? നെയിം ഓഫ് ദി കമ്പനി, കൺട്രി ഓഫ് ഇൻകോർപ്പറേഷൻ. ഓക്കെ, നോർമലി ഇന്ത്യയിലുള്ള കമ്പനി അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പക്ഷെ പ്രൈവറ്റ് ലിമിറ്റഡ് ഒക്കെ ഉണ്ടാവും എന്തായാലും. സ്റ്റേറ്റ് ഇഫ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് കമ്പനീസ് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത്. ഓക്കെ, ഇനി ഏതൊക്കെ ലാംഗ്വേജിൽ കൊടുക്കണം? അതായത് നെയിം ബോർഡിലുള്ള പ്ലേസ് ഓഫ് ബിസിനസിന്റെ പുറത്തുള്ള നെയിം ബോർഡിൽ ലാംഗ്വേജ് ലെറ്റേഴ്സ് ഈസിലി ലെജിബിൾ ഇൻ ഇംഗ്ലീഷിൽ വേണം. ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളത്തിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഓഫീസിന്റെ പുറത്തുള്ള ബോർഡിൽ വേണ്ടത്. ഇനി ഇതല്ലാണ്ട് പ്രോസ്പെക്ടസ്, ബിസിനസ് ലെറ്റേഴ്സ്, ബിൽ ഹെഡ്സ്, ലെറ്റർ പേപ്പേഴ്സ്, ഓൾ നോട്ടീസസ് ആൻഡ് അതർ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ്. ഇതിലും എന്ത് വേണം? ഇവരുടെ പേര് വേണം, കമ്പനിയുടെ പേര് വേണം. നെയിം ഓഫ് ദി കമ്പനി, കൺട്രി ഓഫ് ഇൻകോർപ്പറേഷൻ, സ്റ്റേറ്റ് ഇഫ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കമ്പനീസ് ലിമിറ്റഡ്. സെയിം ആണ്. ഓക്കെ, പക്ഷെ അത് ഇംഗ്ലീഷിൽ മാത്രം മതി. ലെറ്റേഴ്സ് ഈസിലി ലെജിബിൾ ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ലെറ്റർ ഹെഡിലൊക്കെ നമ്മൾ നോർമലി ഒറ്റതല്ലേ കാണുള്ളൂ, ഇംഗ്ലീഷും മലയാളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ലെറ്റർ ഹെഡ് ഇംഗ്ലീഷ് മാത്രം മതി. പക്ഷെ കമ്പനിയുടെ പുറത്ത് ഉള്ള നെയിം ബോർഡുമേ രണ്ട് ലാംഗ്വേജിലും വേണം. ക്ലിയർ? അതാണ് ഈ സെക്ഷൻ. അടുത്ത സെക്ഷൻ 383, സർവീസ് ഓൺ ഫോറിൻ കമ്പനി. അതായത് സർവീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കമ്പനിക്ക് കൊടുക്കാനുള്ള നോട്ടീസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഇതില്ലേ സെന്റൻസ് അല്ലേ? അതായത് കമ്പനിക്ക് കൊടുക്കാനുള്ള നോട്ടീസ് സംഭവം. നേരത്തെ നമ്മളൊരു ഓതറൈസ് റെപ്രസെന്റേറ്റീവ് പറഞ്ഞില്ലേ? അപ്പോയിന്റല്ലേ? കിളി വായിക്കണോ? സെക്കൻഡ് പോയിന്റ് ആയിട്ടാണുള്ളത്. ഓക്കെ, അപ്പൊ അത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതായത് കമ്പനിക്ക് കൊടുക്കേണ്ട നോട്ടീസും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ഒരു ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവിന്റെ അഡ്രസ്സിലേക്ക് അയച്ചാലും അത് കമ്പനിക്ക് അയച്ചതായിട്ട് ഡീം ചെയ്യും. അതാണ് ഈ സെക്ഷൻ.
any process, notice or other document required to be served on a foreign company deemed to be sufficiently served if addressed to any person whose name and address have been delivered to the registrar under section 380. അതായത് 380 എന്താ പറഞ്ഞത്, ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളുടെ അഡ്രസ്സിലേക്ക് അയച്ചാൽ മതി. ആൻഡ് ലെഫ്റ്റ് അറ്റ് എന്ന് പറഞ്ഞാൽ ഇട്ടാൽ മതി. രജിസ്റ്റേർഡ് ആയിട്ട് അയാൾ കൈ കൊടുത്തു തരേണ്ട ആവശ്യമൊന്നുമില്ല. ലെഫ്റ്റ് അറ്റ് ഓർ സെൻഡ് ബൈ പോസ്റ്റ് ടു ദ അഡ്രസ് വിച്ച് ഹാസ് ബീൻ സോ ഡെലിവേർഡ് ടു ദി രജിസ്ട്രാർ ഓർ ബൈ ഇലക്ട്രോണിക് മോഡ് എന്ന് പറഞ്ഞാൽ, ഓർ ബൈ ഇലക്ട്രോണിക് മോഡ് എന്ന് പറഞ്ഞാൽ അയക്കേണ്ടത് കേട്ടോ. ഒന്നാലേ അവിടെ കൊണ്ടുപോയിട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയക്കാം, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ലെറ്റർ ഒക്കെ എഴുതണമെങ്കിൽ മെയിൽ അയക്കാം. ഇത് ഹോൾഡ് ചെയ്യുന്ന സാധനമാണ് ഇലക്ട്രോണിക് മോഡ്. ഓക്കെ, അപ്പൊ അതാണ് സെക്ഷൻ 383. ഇനി സെക്ഷൻ 384 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിബഞ്ചർ, ആനുവൽ റിട്ടേൺ, രജിസ്ട്രേഷൻ ഓഫ് ചാർജസ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതിന്റെ ഇൻസ്പെക്ഷൻ, ഇതൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കമ്പനീസ് ആക്ടിൽ മറ്റ് സെക്ഷൻസ് ഉണ്ടല്ലോ, നോർമൽ കമ്പനികൾക്ക് അപ്ലിക്കബിൾ ആകുന്ന സെക്ഷൻസ്. ആ സെക്ഷൻസിൽ ചില കാര്യങ്ങളൊക്കെ ഈ ഫോറിൻ കമ്പനീസിന് ബാധകമായിരിക്കും. മനസ്സിലായോ? അതായത് ഡിബഞ്ചേഴ്സിന്റെ സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 71, ആനുവൽ റിട്ടേൺ 92 ഉണ്ട്, രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് നമ്മൾ ആ ചാപ്റ്റർ മൊത്തം പഠിച്ചിട്ടുണ്ട്. അതേപോലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് 128 ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ സെക്ഷൻസ് ഉണ്ടല്ലോ. ഇൻസ്പെക്ഷൻ നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് സിലബസിലില്ല. അപ്പൊ ഈ സെക്ഷൻസ് ഒക്കെ ഫോറിൻ കമ്പനിക്കും ബാധകമാവും. ചിലപ്പോൾ ഫുള്ളായിട്ട് ബാധകമാവും, ചിലപ്പോൾ കുറച്ച് അതിൻ്റെ ഒരു പാർട്ട് മാത്രം ബാധകമാവും. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ സെക്ഷൻ 384 പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എഴുതേണ്ടി വരും. ഡിബഞ്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും ഫോറിൻ കമ്പനിക്കും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ആനുവൽ റിട്ടേൺ ആൻഡ് CSR subject to exceptions, modifications and adaptations as per rule. ഓക്കെ, അതൊന്നും ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഇത്ര നമുക്ക് പഠിക്കാനുള്ളൂ. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇന്ത്യൻ ബിസിനസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ മൊത്തം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം, മൊത്തം അക്കൗണ്ട്സ് വേണ്ട, ഗ്ലോബൽ ആയിട്ടുള്ള അക്കൗണ്ട്സ് വേണ്ട, ഇന്ത്യയിലുള്ള ബിസിനസ് നടക്കുന്നതിന്റെ ഡീറ്റെയിൽസ് അതുമായി ബന്ധപ്പെട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, related to Indian business to the extent of requiring it to keep at its principal place of business. PPOB ആണ് principal place of business in India. അതായത് രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ് നമ്മൾ പറയുന്ന പോലെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ അത് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. ഇന്ത്യയിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് കംപ്ലീറ്റ് അപ്ലിക്കബിൾ ആവും. ഇൻസ്പെക്ഷൻ, ഇൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ, അതിന്റെ സെക്ഷൻസ് പഠിക്കാനില്ല, അപ്പോൾ അതും ആ ചാപ്റ്റർ മൊത്തത്തിൽ ഇവർക്ക് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി ആനുവൽ റിട്ടേൺ അപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞല്ലോ. ആനുവൽ റിട്ടേൺ അപ്ലിക്കബിൾ ആകുന്നതിന്റെ ഫോം നമ്പർ മറ്റേത് എന്താ, MGT7 ആണ്. സ്മോൾ കമ്പനിയൊക്കെ ആണെങ്കിൽ MGT7A അല്ലേ. ഇവിടുത്തെ ഫോമിന്റെ പേര് വ്യത്യാസം ഉണ്ടാവും, FC ആണല്ലോ, FC4. ആനുവൽ റിട്ടേൺ ഇൻ FC4 പ്ലസ് പ്രിസ്ക്രൈബ്ഡ് ഫീസ് വിത്തിൻ 60 days ഫ്രം ദി ലാസ്റ്റ് ഡേ ഓഫ് ഫിനാൻഷ്യൽ ഇയർ, ദാറ്റ് ഈസ് ബൈ 30th May ടു ROC containing particulars as on close of financial year. അപ്പോൾ FC അല്ല, നമ്മളെ 6 months-നുള്ളിൽ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽസ് കൊടുക്കണം, ബാലൻസ് ഷീറ്റും ആനുവൽ അക്കൗണ്ടും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും അതൊക്കെ. പക്ഷെ അതിന് മുന്നേ തന്നെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, അടുത്ത സെക്ഷൻ ഒന്നുമില്ല. ഫീ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് there shall be paid to the ROC for registering any document required by the provisions of this chapter to be registered by him. Such fees as may be prescribed. ഒന്നുമില്ല. ഇന്റർപ്രിട്ടേഷൻ മൂന്ന് വേർഡിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ സെക്ഷന്. സർട്ടിഫൈഡ് ഡയറക്ടർ പ്ലേസ് ഓഫ് ബിസിനസ്. സർട്ടിഫൈഡ് മീൻസ് സർട്ടിഫൈഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ ടു ബി എ ട്രൂ കോപ്പി ഓർ കറക്റ്റ് ട്രാൻസ്ലേഷൻ. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സർട്ടിഫൈഡ് ട്രാൻസ്ലേറ്റർ വേണമെന്നുള്ളത്. അപ്പോൾ അവിടെയൊക്കെ സർട്ടിഫൈഡ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ആക്ടിൽ അല്ലെങ്കിൽ ഈ പ്രൊവിഷൻസിൽ ഈ ചാപ്റ്ററിൽ, അതായത് 22 സർട്ടിഫൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സർട്ടിഫൈഡ് ടു ബി എ ട്രൂ കോപ്പി എന്നുള്ള ആ മീനിങ് ആണ്. ഡയറക്ടർ മീൻസ് ഇൻ റിലേഷൻ ടു എ ഫോറിൻ കമ്പനി ഇൻക്ലൂഡ്സ് എനി പേഴ്സൺ ഇൻ അക്കോർഡൻസ് വിത്ത് ഹൂസ് ഡയറക്ഷൻസ് ഓർ ഇൻസ്ട്രക്ഷൻസ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി ഈസ് അക്കസ്റ്റംഡ് ടു ആക്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള മറ്റൊരുത്തുള്ള സെയിം സാധനമാണ്. പ്ലേസ് ഓഫ് ബിസിനസ് ഇൻക്ലൂഡ്സ് എ ഷെയർ ട്രാൻസ്ഫർ ഓർ രജിസ്റ്റേർഡ് ഓഫീസ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, എക്സാമ്പിൾ. Examine with reference to the provisions of the Companies Act 2013 whether the following companies can be treated as foreign companies. A company incorporated outside India having a share registration office at Mumbai.
ഇന്ത്യൻ സിറ്റിസൺസ് നേരത്തെ പറഞ്ഞതാണ്. ഇന്ത്യൻ സിറ്റിസൺസ് ഇൻകോർപ്പറേറ്റഡ് എ കമ്പനി ഇൻ സിംഗപ്പൂർ ഫോർ ദി പർപ്പസ് ഓഫ് ക്യാരിങ് ഓൺ ബിസിനസ് ദെയർ. അല്ല. ഓക്കെ, വായിച്ചോളൂ. ആദ്യം എഴുതിക്കോ. ഇതിന് താഴെ നോട്ടിൻ്റെ ആദ്യം എഴുതിക്കോ. ഈ ഭാഗം എഴുതിക്കോ. Business. എഴുതിയാ?
എങ്ങനെയാ ഇതിന്റെ എങ്ങനെയാ വരണ്ടേ അതിന് അടുത്തത്
കഴിഞ്ഞാ വായിച്ചോ വായിച്ചോ കഴിഞ്ഞ വായിച്ചോ അതിന് താഴെ കുറച്ചുകൊണ്ടില്ലേ Chapter 14 Inspection, Inquiry, Investigation. അല്ലേ അതൊന്ന് വായിച്ചു വേറെ വായിച്ച്
കഴിഞ്ഞ വായിച്ചാ ഓക്കെ. അപ്പൊ ഇനി അടുത്തത്, അപ്പൊ നമ്മൾ ഇതുവരെ എടുത്ത സെക്ഷൻ തന്നെ 386 ആണ്. 386 എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, ഫോറിൻ കമ്പനീസിനും ബാധകമാവുന്ന സെക്ഷൻസ് ആണ് 380 മുതൽ 386 വരെയുള്ളത്. ഓക്കെ. ഇനി 387 മുതൽ 391 വരെയുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാല് അത് അപ്ലിക്കബിൾ ആകണം എന്നുണ്ടെങ്കിൽ ഫോറിൻ കമ്പനി ആകണം എന്നില്ല. ഫോറിൻ കമ്പനി ആകാത്തവർക്കും അത് അപ്ലിക്കബിൾ ആകും. ഫോറിൻ കമ്പനിക്ക് എന്തായാലും അപ്ലിക്കബിൾ ആകും, ഫോറിൻ കമ്പനി ആകാത്തവർക്കും അപ്ലിക്കബിൾ ആകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന സംഭവം അതാണ്. ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി ആയിരിക്കും, ഇന്ത്യയിൽ അവർക്ക് പ്ലേസ് ഓഫ് ബിസിനസ്സോ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റിയോ ഉണ്ടാകൂല. ഓക്കെ. അപ്പോൾ ബിസിനസ് ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലുണ്ട്, ബിസിനസ് ആക്ടിവിറ്റി ഇന്ത്യയിലുണ്ട്, എങ്കിലാണ് ഫോറിൻ കമ്പനി ആവാം.
അങ്ങനത്തെ ഫോറിൻ കമ്പനീസിനാണ് 386 സെക്ഷൻസ് അപ്ലിക്കബിൾ ആവുക. ഇനി വേറെ കുറച്ച് കമ്പനികൾ അവർക്ക് എന്താണ് ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ്, പക്ഷെ ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ്സോ ഇന്ത്യയിൽ ബിസിനസ് ആക്ടിവിറ്റിയോ ഇല്ല, പക്ഷെ എന്നാലും അവർക്ക് 387 ഒക്കെ ബാധകമാവും. അപ്പോൾ അതെന്താ സംബന്ധിച്ച് പ്രോസ്പെക്ടസ് ആണ് 387. എപ്പോഴാണ് പ്രോസ്പെക്ടസ് വരിക? ഇഷ്യൂ വരുമ്പോൾ, ഷെയർ ഇഷ്യൂ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പുറമേ ഉള്ള കമ്പനികൾ, ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുമ്പോൾ ഒക്കെ അപ്ലിക്കബിൾ ആകുന്ന സെക്ഷൻസ് ആണ് 387 ഒക്കെ. ഓക്കെ, അപ്പോൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ എന്നൊക്കെ പറയുന്ന സെക്ഷനാണ്. നമ്മൾ പ്രോസ്പെക്ടസിൽ പഠിച്ച സെയിം സാധനം തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഏതാണ്ട് അവിടെ പറഞ്ഞ സെയിം സാധനം തന്നെ ഇവിടെയും പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിപ്പീറ്റേഷനാണ് ഇവിടെ വരിക. എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ അത് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പഠിച്ചിരുന്നല്ലോ, അപ്പോൾ അതേ സാധനം തന്നെ ഇവിടെയും വരുന്നത്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ നോക്കോ. അപ്പോൾ സെക്ഷൻ 387 പ്രോസ്പെക്ടസ് ആണ്. ഡേറ്റിംഗ് ഓഫ് പ്രോസ്പെക്ടസ് ആൻഡ് പെർട്ടിക്കുലേഴ്സ് ടു ബി കണ്ടെയ്ൻഡ് therein. ഓക്കെ, no person shall issue, circulate or distribute in India any prospectus offering to subscribe for securities of a company incorporated or to be incorporated outside India. എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു കമ്പനി ആണെങ്കിലും whether the company has or has not established or when formed will or will not establish a place of business in India. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അപ്പൊ ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതോ ചെയ്യപ്പെടാൻ പോകുന്നതോ ആയിട്ടുള്ള ഒരു കമ്പനി, ആ കമ്പനിക്ക് ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഉണ്ടാകാൻ പോകുന്നുണ്ടെങ്കിലും ഉണ്ടാകാൻ പോകുന്നില്ലെങ്കിലും, മനസ്സിലായി? അതായത് അവര് പ്ലേസ് ഓഫ് ഇവിടെ ഇന്ത്യയിൽ ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പോലും എന്താണ്, അൺലെസ് ദ പ്രോസ്പെക്ടസ് ഈസ് ഡേറ്റഡ് ആൻഡ് സൈൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു സിംബോളിക് വേർഡ് ആണ്. അതായത് പ്രോസ്പെക്ടസ് വേണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് നമ്മളെ പ്രോസ്പെക്ടസിനും പറഞ്ഞത്, ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് സെക്ഷൻ്റെ ഓർമ്മ ഉണ്ടോ? സെക്ഷൻ 26 ഇതാ പ്രോസ്പെക്ടസ് ടു ബി ഡേറ്റഡ് ആൻഡ് സൈൻഡ്, സെയിം സാധനം തന്നെ അതും പറയണത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള കമ്പനികൾ ഇവിടെ വന്നിട്ട് അവർ ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. സാധാരണ ഇന്ത്യൻ കമ്പനീസ് പോലെ തന്നെ അവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം, അതാണ് പറയുന്നതിൻ്റെ സാരം. ഓക്കെ, അടുത്ത പോയിന്റ്സിലൊക്കെ ഞാൻ കുറച്ച് ABCD ഒക്കെ കയറ്റിയിട്ടുണ്ട്, നിങ്ങൾ അതേപോലെ എഡിറ്റ് ചെയ്തോ അല്ലേ? നിങ്ങളിൽ ABC ഒക്കെ എടുക്കണത് അത് 1 2 3 ആണ് എടുക്കണത്. അത് വെട്ടിട്ട് ഇങ്ങനെ. ഓക്കെ, ഇനി ആ പ്രോസ്പെക്ടസിൽ എന്തൊക്കെ വേണം അതാണ് ഒന്നാമത് പറയുന്നത്. contains particulars with respect to the following matters. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോസ്പെക്ടസിൽ വേണം. ദ ഇൻസ്ട്രുമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഓർ ഡിഫൈനിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ MOA AOA ഈ പ്രോസ്പെക്ടസിന്റെ കൂടെ വേണം. ദ ഇനാക്ട്മെന്റ്സ് ഓർ പ്രൊവിഷൻസ് ബൈ ഓർ അണ്ടർ വിച്ച് ദി ഇൻകോർപ്പറേഷൻ ഓഫ് ദി കമ്പനി വാസ് എഫക്റ്റഡ്. അപ്പൊ ഇന്ത്യയിൽ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണല്ലോ, അതിന്റെ അണ്ടറിലാണല്ലോ. അതേപോലെ ഏത് ആക്ടിന്റെ അണ്ടറിലാണ് ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അപ്പൊ ഏതാണ് രാജ്യം, ആ രാജ്യത്തെ ഈ ലോ എന്നൊക്കെ ആയിരിക്കും പറയാം. അഡ്രസ് ഇൻ ഇന്ത്യ വേർ ദ സെഡ് ഇൻസ്ട്രുമെന്റ്, അതായത് ഏത് ഇൻസ്ട്രുമെന്റ്, നമ്മളുടെ MOA, enactment or provisions or copies thereof, and if the same are not in English language, a certified translation can be inspected. അപ്പോൾ ഇന്ത്യയിൽ ഇവർക്ക് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ ആ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പറയുന്ന കമ്പനിയുടെ MOAയും ഏത് ആക്ടിന്റെ അണ്ടറിലാണോ ഇത് ഇതാക്കിയിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇൻസ്പെക്ട് ചെയ്യാനുള്ള സ്ഥലം അതും പ്രോസ്പെക്ടസിൽ പറയണം. ഡേറ്റ് ഓൺ വിച്ച് ആൻഡ് ദ കൺട്രി ഇൻ വിച്ച് ദ കമ്പനി വുഡ് ബി ഓർ വാസ് ഇൻകോർപ്പറേറ്റഡ്. Okay, whether the company has established a place of business in India, and if so, address of its principal office in India. Clear അല്ലേ? പിന്നെ പറയുന്നത് states the matter specified under section 26, അതായത് ഈ സെക്ഷൻ 26. അപ്പോൾ ഈ സെക്ഷൻ 26 പറയുന്ന കാര്യങ്ങൾ, അതായത് ഒരു പ്രോസ്പെക്ടസിൽ വേണ്ട എല്ലാ ഡീറ്റെയിൽസും അതിൽ വേണം. അപ്പോൾ അതിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെന്താണ്, ഡിക്ലറേഷൻ വേണം അല്ലേ, 2 ഡിക്ലറേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു പ്രോസ്പെക്ടസിന് പുറമേ ആയിട്ട് വേണ്ട കാര്യം, സാധാരണ നമ്മളുടെ ഇവിടെ ഇന്ത്യയിലുള്ള പ്രോസ്പെക്ടസിന് എന്തില്ല, MOA ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതൊന്നുമില്ല. അപ്പോൾ ഇതിൽ MOA വേണം, ഏത് ആക്ടിൻ്റെ അണ്ടറിലാണ് ഇത് വന്നിട്ടുള്ളതെന്ന് വേണം, എവിടെ പോയാലാണ് ഈ MOA പരിശോധിക്കാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസ് വേണം.
അതേപോലെ തന്നെ ഏത് രാജ്യത്താണ് എന്നാണ് ഈ കമ്പനി ഉണ്ടായിട്ടുള്ളത്, ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് വേണം. അതേപോലെ തന്നെ ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അഡ്രസ് ഡീറ്റെയിൽസും വേണം. ഓക്കെ, യെസ്. ഇനി എക്സെപ്ഷൻ പോയിന്റ് 1, 2, 3 ഓഫ് പോയിന്റ് എ. 1, 2, 3 ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാ? MOA വേണം. ഇനാക്ടിമെന്റ് ഏതാണ്? ഇന്ത്യയിൽ എവിടെ പോയാലാണ് ഇത് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഈ മൂന്ന് പോയിന്റ് ഉണ്ടല്ലോ, അത് ആവശ്യമില്ല. എപ്പോഴാണ് ആവശ്യമില്ലാത്തത്? ഇൻ ദ കേസ് ഓഫ് എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് മോർ ദാൻ 2 years ആഫ്റ്റർ ദി ഡേറ്റ് അറ്റ് വിച്ച് ദ കമ്പനി ഈസ് എൻടൈറ്റിൽഡ് ടു കമൻസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട്, അതായത് ഫോറിൻ രാജ്യത്ത് ആ കമ്പനി അവിടെ ഉണ്ടായിട്ട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രോസ്പെക്ടസ് ഇവിടെ വരെ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ പുതിയ കമ്പനി അല്ല, പഴയ കമ്പനിയാണ്. പഴയ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനത്തെ കമ്പനിയുടെ MOA ഏത് രാജ്യമാണ് അല്ലെങ്കിൽ ഏത് ഇനാക്ടിമെന്റ് ആണ് എന്ന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ കാരണം എന്തായിരിക്കും വെച്ചാൽ അത് പബ്ലിക് ഡൊമൈനിൽ അത് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ 2 വർഷം. അപ്പൊ എക്സാമ്പിൾ കൊടുത്തിട്ട് ഞാൻ മീർ കമ്പനി LLC എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ദുബായ് on 28th April 2017. Okay, Mir Company LLC has established a place of business in Mumbai in the year 2020. Now the place of business in India proposes to offer subscription to securities of Mir Company LLC. What particulars need to be filed in prospectus? Okay, അപ്പോൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ വേണം, പക്ഷെ എക്സെപ്റ്റ് 1, 2, 3 ഓഫ് എ, ആ 3 കാര്യങ്ങൾ വേണ്ട. ക്ലിയർ അല്ലേ? പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ പ്രോസ്പെക്ടസിൽ പഠിച്ചിട്ടുണ്ട്. നോ വെയ്വർ ഓഫ് കംപ്ലൈൻസ് ഇൻ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എനി കണ്ടീഷൻ റിക്വയറിംഗ് ഓർ ബൈൻഡിങ് ആൻ അപ്ലിക്കന്റ് ഫോർ സെക്യൂരിറ്റീസ് ടു വേവ് കംപ്ലൈൻസ് വിത്ത് എനി റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് പ്രകാരം വേണ്ട ഒരു റിക്വയർമെന്റ് അത് ചെയ്യണ്ടെന്ന് പ്രോസ്പെക്ടസിൽ എഴുതി വെക്കാൻ പറ്റൂല. ഇതേ സെയിം സാധനം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രൊവിഷൻ അവിടെ ഉണ്ടായിരുന്നു. അതായത് പ്രോസ്പെക്ടസിൽ നിർബന്ധമായിട്ട് വേണ്ട സംഭവം, ഇപ്പൊ ഡേറ്റ് വേണ്ട അല്ലെങ്കിൽ സൈൻ വേണ്ട നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അത് പറ്റില്ല. അതായത് അല്ലെങ്കിൽ എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ, അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റില്ല. എനി കണ്ടീഷൻ റിക്വയറിംഗ് ഓർ ബൈൻഡിങ് ആൻഡ് അപ്ലിക്കന്റ് ഫോർ സെക്യൂരിറ്റീസ് ടു വേവ്. വേവ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസൽ ചെയ്യുക, റദ്ദ് ചെയ്യാന്നൊക്കെ പറയും. ടു വേവ് കംപ്ലൈൻസ് വേണ്ടാന്ന് വെക്കുക. വിത്ത് എനി റിക്വയർമെന്റ് ഇമ്പോസ്ഡ് ബൈ വെർച്യൂ ഓഫ് സെക്ഷൻ 387 or purporting to impute him with notice of any contract, documents or matter shall specifically referred to in the prospectus shall be void. Okay, form of application for securities to be issued along with the prospectus. No person shall issue to any person in India a form of application for securities of such a company or intended company as is mentioned in section 387 unless the form is issued with a prospectus with which complies with the provisions of this chapter. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുന്നേ ഇതേപോലെ മെമ്പറാൻഡെന്നൊക്കെ പറഞ്ഞ സാധനം ഓർമ്മ ഉണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പ്രോസ്പെക്ടസ് അല്ല എന്നുള്ള പേരിൽ ഇറക്കും, പക്ഷെ അത് പ്രോസ്പെക്ടസ് ആയിട്ട് ഡീം ചെയ്യും. അപ്പോൾ അതിൽ വേണ്ട ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ പെനാൽറ്റി പ്രൊവിഷൻ അപ്ലിക്കബിൾ ആവും. അങ്ങനെ പറഞ്ഞതില്ല, ആ സമാനമാണ് പറയുന്നത്. ഓക്കെ, എക്സെപ്ഷൻ അണ്ടർ റൈറ്റിംഗ് ആണെങ്കിൽ അണ്ടർ റൈറ്റിങ്ങിന് കൊടുക്കേണ്ട സമയത്ത് ഇപ്പോൾ നമ്മൾ പ്രൊപ്പോസൽസ് വാങ്ങുന്ന സമയത്ത് അവർക്ക് പ്രോസ്പെക്ടസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്ത് ചെയ്താൽ മതി? ഷെയറിന്റെ ഡീറ്റെയിൽസ് ഇതില്ലേ ഉണ്ടല്ലോ, അത് ചെറിയ കുത്തുമ്പോമൊക്കെ പോയിണ്ടാവുന്നുള്ളൂ. ഇല്ലേ? വെട്ടി എക്സാമ്പിൾ ഇല്ല. ഓക്കെ, എക്സെപ്ഷൻ ആണ്. എന്താണ്? ഇഫ് ഇറ്റ് ഈസ് ഷോൺ ദാറ്റ് ദി ഫോം ഓഫ് ആപ്ലിക്കേഷൻ വാസ് ഇഷ്യൂഡ് ഇൻ കണക്ഷൻ വിത്ത് എ ബോണഫൈഡ് ഇൻവിറ്റേഷൻ ടു എ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എൻ അണ്ടർ റൈറ്റിംഗ് എഗ്രിമെന്റ്. അപ്പൊ അണ്ടർ റൈറ്റിംഗിന് വേണ്ടിയിട്ട് അണ്ടർ റൈറ്റിംഗ് എന്താ അറിയില്ലേ? ഓർമ്മല്ലേ? അതായത് നമ്മൾ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പേടിയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ബാങ്കിനൊക്കെ ആയിട്ട് നമ്മൾ ഡീലാക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവിറ്റേഷൻ കൊടുക്കുന്നതാണെങ്കിൽ അതിന് പ്രോസ്പെക്ടസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനാണ് നമ്മൾ ഈ ഡോക്യുമെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രോസ്പെക്ടസ് ആവും. ഈ ബ്രോക്കർ അണ്ടർ റൈറ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട? ആ പ്രോസ്പെക്ടസിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഇത് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അതിന്റെ സമ്മറിയാണ് കേട്ടോ, ഈ പറഞ്ഞതിന്റെ സമ്മറിയാണിത്. ഓക്കെ, ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 387 ഷാൾ നോട്ട് അപ്ലൈ ടു ദ ഇഷ്യൂ ഓഫ്, ഇതും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട. 2 കാര്യം പറഞ്ഞ ഓർമ്മ ഉണ്ടോ? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് നമ്മൾ വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതേപോലെ സെയിം ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ആണ് വീണ്ടും ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ,
പ്രോസ്പെക്ടസ് ഇഷ്യൂ ആ സെയിം സാധനമാണത്. To the issue to existing members or debenture holders of a company of a prospectus or form of application related to securities of the company. ഓക്കെ, അപ്പോൾ അതിനൊരു കാര്യമുണ്ട് ഇവിടെ. വെദർ ആൻ അപ്ലിക്കൻറ്റ് ഫോർ സെക്യൂരിറ്റീസ് വിൽ ഓർ വിൽ നോട്ട് ഹാവ് ദി റൈറ്റ് ടു റിനൗൺസ് ഇൻ ഫേവർ ഓഫ് അതർ പേഴ്സൺസ്. ഇപ്പോൾ റൈറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു നമുക്ക് കിട്ടുന്ന റൈറ്റ് നമ്മൾ റിനൗൺസ് ചെയ്യും. റിനൗൺസ് ചെയ്തിട്ട് ആ ഷെയർ വാങ്ങുന്നത് വേറെ ആളായിരിക്കും എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ അല്ലാത്ത ഒരാളായിരിക്കും. അപ്പൊ റിനൗൺസ് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ അല്ലാത്ത ഒരാളോട് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും പ്രോസ്പെക്ടസിന്റെ റൂള് വരില്ല. ഇവിടെ പറഞ്ഞ എന്താ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് വേണ്ട, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഷെയർ ഇഷ്യൂ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് കമ്പനി അല്ലെ, അയാൾ അത് റിനൗൺസ് ചെയ്തിട്ട് വേറെ ആൾ വാങ്ങുകയാണ്. അതുകൊണ്ടാണ് അത് വേറൊരു അതെന്താ പറയാ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ അല്ലാത്ത ഒരാൾ വാങ്ങണത്. അപ്പൊ ആ പേരിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രോസ്പെക്ടസ് വേണമെന്ന് നിയമമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ എ മെമ്പർ ആണ്, മിസ്റ്റർ ബി നോൺ മെമ്പർ ആണ്. ഇപ്പൊ ഫോറിൻ കമ്പനി ഇഷ്യൂസ് ടു മിസ്റ്റർ എ, സെക്ഷൻ 37 അപ്ലിക്കബിൾ അല്ല, നോട്ട് അപ്ലിക്കബിൾ ആണ്. ഇനി ഓർ റിനൗൺസ് ഓർ നോട്ട് ടു മിസ്റ്റർ ബി, റിനൗൺസ് ടു മിസ്റ്റർ ബി ഓർ നോട്ട് വിട്ട് റിനൗൺസ് ടു മിസ്റ്റർ ബി അങ്ങനെയാണെങ്കിലും സെക്ഷൻ 387 അപ്ലിക്കബിൾ അല്ല. ഓക്കെ, പക്ഷേ ഫോറിൻ കമ്പനി ഇഷ്യൂയിങ് ഷെയർ ടു മിസ്റ്റർ ബി ആരാ, നോൺ മെമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ 387 അപ്ലിക്കബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് അല്ലാത്ത ഒരാൾക്കും ഇയാൾ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഷെയർ ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ പ്രോസ്പെക്ടസ് വേണ്ടി വരും. ഇനി രണ്ടാമത് പറഞ്ഞത് ഇഷ്യൂ ഓഫ് എ പ്രോസ്പെക്ടസ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റീസ് വിച്ച് ആർ to be in all respects uniform with the securities previously issued. നേരത്തെ ഇഷ്യൂ ചെയ്തിട്ടുള്ള സെയിം ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ എന്താണ് സെയിം പ്രിഫറൻസ് ഷെയർ, നോൺ കൺവേർട്ടബിൾ അല്ലെങ്കിൽ കൺവേർട്ടബിൾ 12% അല്ലെങ്കിൽ 15%, എന്നാൽ സെയിം സാധനം സെയിം ക്ലാസ് ഓഫ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലും പ്രോസ്പെക്ടസിന്റെ ആവശ്യമില്ല. ഓക്കെ, എക്സെപ്റ്റ് ഇൻ സോ ഫാർ ആസ് ഇറ്റ് റിക്വയർസ് എ പ്രോസ്പെക്ടസ് ടു ബി ഡേറ്റ് മാത്രം ഉണ്ടായാൽ മതി. ആ ഓഫർ ലെറ്ററിൽ ഡേറ്റ് മാത്രം ഉണ്ടായാൽ മതി. ഓക്കെ, example, foreign company issued 12% non-convertible debentures on recognized stock exchange in 2019. Similar non-convertible debentures to be issued in 2023. So section 387 not applicable ആണ്. Nothing in section 387 shall limit or diminish any liability which any person may incur under any law for the time being in force in India under the Companies Act 2013. Okay. അതായത് ഇപ്പോ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക അല്ലെ. ഇപ്പൊ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ സെക്ഷൻ 387 പറയുന്നത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ സെക്ഷൻ പ്രോസ്പെക്ടസ് വേണ്ട. പക്ഷേ ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും, സെബി വരും അല്ലെ. അപ്പൊ സെബിന്റെ റൂൾസ് അപ്ലിക്കബിൾ ആവും ചിലപ്പോൾ ഇയാൾക്ക് അല്ലെ. അപ്പൊ സെക്ഷൻ 387 ബാധകമല്ല എന്ന് പറയുന്നിടത്ത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇയാൾക്ക് ഉണ്ടാകുന്ന മറ്റ് റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഇയാളെ രക്ഷപ്പെടുത്തൂല, അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നത്തിങ് സെക്ഷൻ 387 ഷാൽ ലിമിറ്റ് ഓർ ഡിമിനിഷ് എനി ലയബിലിറ്റി വിച്ച് എനി പേഴ്സൺ മേ ഇൻകർ അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബി ഇൻ ഫോഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല എക്സാമ്പിൾ സെബി അല്ലെങ്കിൽ മറ്റേ സ്ക്രാ ആക്ട് അങ്ങനത്തെ ആക്ടുകളൊക്കെ ഉണ്ടല്ലോ, ഓർ അണ്ടർ ദി കമ്പനീസ് ആക്ട് apart from section 387. Okay, അപ്പോൾ company listing securities gets listing claims relief based on okay അപ്പോട്ടെ സംഭവം ഉദ്ദേശിക്കുന്നതാണ്. ഓക്കെ, ഇനി എക്സ്പേർട്ടിന്റെ സംഭവം നമ്മൾ അവിടെ പഠിച്ചതാണ്. എക്സ്പേർട്ടിന്റെ കൺസെന്റ് വേണം, കൺസെന്റ് വിട്ടോ ഇതിനകത്ത് പ്രോസ്പെക്ടസ് വെക്കാൻ പാടില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ. അപ്പോൾ no person shall issue, circulate or distribute in India any prospectus offering for subscription in securities of a company incorporated or to be incorporated outside India, whether the company has or has not been established or when formed will or will not establish a base of business in India. If prospectus includes a statement purporting to be made by an expert he has not given എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് മാത്രം വായിച്ചാൽ മതി.
നോ പേഴ്സൺ ഷാൾ ഇഷ്യൂ ഓക്കെ എ പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ നോ പേഴ്സൺ ഷാൾ ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ഇഫ് പ്രോസ്പെക്ടസ് ഇൻക്ലൂഡ് എ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ ആൻ എക്സ്പെർട്ട് വിച്ച് ഹി ഹാസ് നോട്ട് ഗിവൺ എന്ന് പറഞ്ഞതിനകത്ത് എന്താ ഒരു എക്സ്പേർട്ട് കൊടുക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് അയാൾ കൊടുക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല ഓക്കെ ക്ലിയർ അല്ലേ ഇനി രണ്ടാമത് പറയുന്നത് ഓർ ഹാസ് ബിഫോർ ഡെലിവറി ഓഫ് ദി പ്രോസ്പെക്ടസ് ഓഫ് രജിസ്ട്രേഷൻ വിത്ഡ്രോൺ ഹിസ് റിട്ടേൺ കൺസെന്റ് അയാൾ ആദ്യം റിട്ടേൺ കൺസെന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ അയാൾ അത് വിത്ഡ്രോ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സാധനം എന്ത് ചെയ്യാൻ പാടില്ല പ്രോസ്പെക്ടസിന് ഉണ്ടാകാൻ പാടില്ല ഓർ there does not appear in the prospectus a statement that he has given അതായത് ഇയാൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അത് പ്രോസ്പെക്ടസിൽ നിന്ന് ഇവർ ഒഴിവാക്കി ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ പറയാം ഇപ്പോൾ ഒരു കമ്പനി എക്സ്പെർട്ട് പറയണേ ഇന്ന സ്ഥലത്ത് ഈ കമ്പനി തുടങ്ങിയ സംഭവം സൂപ്പർ ആയിരിക്കും നല്ല പ്രോഫിറ്റ് ആയിരിക്കും പക്ഷേ കമ്പനി ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ 10 വർഷം കഴിയും എന്നൊരു സ്റ്റേറ്റ്മെന്റ് വിചാരിച്ചോ എന്ന് പറഞ്ഞാൽ കമ്പനി പ്രോഫിറ്റബിൾ ആയിരിക്കും കമ്പനിക്ക് കൂടെ സ്കോപ്പ് ഉണ്ട് പക്ഷേ ഉദാഹരണത്തിന് ഹ്യൂജ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും അപ്പോൾ ആ പേ ബാക്ക് പീരീഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ അതായത് നമ്മൾ ഇറക്കിയ പൈസ മൊത്തം തിരിച്ചു കിട്ടുമ്പോഴത്തേന് 10 വർഷമാവും എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് പൈസ കിട്ടി തുടങ്ങുമ്പോഴത്തേന് 10 വർഷമാവും എന്നൊരു സ്റ്റേറ്റ്മെന്റ് അയാൾ ആഡ് ചെയ്തിട്ട് വിചാരിച്ചോ അപ്പോൾ കമ്പനി ടോപ്പാണ് സൂപ്പറാണ് പ്രോഫിറ്റ് ഉണ്ടാകും എന്നുള്ളിടത്ത് ഇവർ കട്ട് ചെയ്തിട്ട് 10 വർഷമാകുമ്പോഴേ പേ ബാക്ക് കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ആ പോയിന്റ് ഇവർ ഒഴിവാക്കി അപ്പോൾ അതും ചെയ്യാൻ പാടില്ല ഓക്കെ അതാണ് പറഞ്ഞത് ഓർ there does not appear the prospectus a statement that he has given അയാൾ കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പ്രോസ്പെക്ടസിൽ ഇല്ലാതിരിക്കുക and has not withdrawn his consent as aforesaid. Okay, prospectus does not have the effect. Prospectusന് നിലനിൽപ്പില്ല. Where an application is made in pursuance thereof of rendering all persons concerned bound by all the provisions of section 33. ഏതാ section 33? Abridged prospectus. അതായത് നമ്മൾ പറഞ്ഞില്ലേ എല്ലാ ഡോക്യുമെന്റിനും കൂടി അബ്രിഡ്ജ് പ്രോസ്പെക്ടസ് വേണമെന്ന് പറഞ്ഞിട്ടില്ലേ അതേപോലെ സെക്ഷൻ 40 എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതാക്കണം എന്ന് പറയണ്ടല്ലോ അപ്പൊ അതിന്റെ ആ റൂൾസ് പാലിക്കാണ്ട് അപ്പൊ ആ റൂൾസുകൾ പാലിക്കാതെ പ്രോസ്പെക്ടസിന് എന്തുണ്ടാവില്ല ഒരു എഫക്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ റൂളൊക്കെ പാലിക്കണം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ സെക്ഷൻ 33 സെക്ഷൻ 40 ഫോറിൻ കമ്പനി ആണെങ്കിൽ അവരത് പാലിക്കണം For the purpose of this section, a statement shall be deemed to be included in a prospectus if it is contained in any report or memorandum appearing on the face thereof or by reference incorporated therein or issued therewith. Deemed to be included in prospectus. Okay, അടുത്തത് registration of prospectus. Okay, conditions to follow before the issue, circulation or distribution of the prospectus in India. ഒന്ന്, a copy thereof certified by the chairperson of the company and 2 other directors of the company as having been approved by resolution of the managing body has been delivered for registration to the registrar. ഈ സാധനമൊക്കെ അപ്പുറത്തുണ്ട്. Prospectus states on the face of it that a copy has been so delivered. ഇതും അപ്പുറത്തുണ്ട്. Prospectus ROC കൊടുത്തിട്ടുണ്ടെന്ന് ഡിക്ലറേഷൻ കൊടുക്കണം. അതുകൊണ്ട് there is endorsed or on or attached to the copy any consent to the issue of the prospectus required by section 388. അതായത് മറ്റേ നമ്മൾ എക്സ്പെർട്ടിന്റെ കൺസെന്റ് ആൻഡ് സച്ച് ഡോക്യുമെന്റ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ടസിന്റെ കൂടെ ഇയാളുടെ കൺസെന്റ് ലെറ്ററും കൂടെ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, according to the company's rules, following documents shall be annexed to the prospectus, namely any consent നേരത്തെ പറഞ്ഞേ any consent to the issue of the prospectus required from any person എന്ന് പറഞ്ഞാൽ എക്സ്പെർട്ട്, a copy of contracts for appointing of managing director or manager, and in case of a contract not reduced in writing, a memorandum giving full particulars thereof. ഇതും അവിടെ ഉണ്ട് ഈ കോൺട്രാക്ട് ഒക്കെ ഡയറക്ടേഴ്സിനുള്ള കോൺട്രാക്ട് കൊടുക്കുന്നല്ലേ. A copy of any other material contracts not entered in the ordinary course of business but entered within preceding 2 years. ഇതും ഉണ്ട്. A copy of underwriting agreement ഇതും ഉണ്ട്. കോപ്പി ഓഫ് ഇതൊക്കെ സെയിം ആണ്. ഞാൻ പറഞ്ഞ സ്പീഡ് ഇതൊക്കെ അവിടെ അല്ലേ സെയിം സാധനങ്ങൾ അവിടെ ഉണ്ട്. A copy of power of attorney prospectus is signed through duly authorized agent of directors. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയാം, നിങ്ങൾ പ്രോസ്പെക്ടസ് പഠിക്കുന്ന സമയത്ത്
അപ്പം തന്നെ ഈ സാധനം എടുത്തിട്ടും പഠിക്കുക. ഏതാണ്ട് സിമിലർ ആണ്. ഇത്രയേ ഉള്ളൂ ശരിക്കും സെക്ഷൻസ്. ഇനി ഒരു പണിഷ്മെന്റിന്റെ സെക്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന് പവർ കൊടുക്കുന്ന കുറെ സെക്ഷൻസ് ആണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് റൂൾസോ കാര്യങ്ങളൊന്നും അതിൽ വന്നിട്ടൊന്നുമില്ല. ഇപ്പൊ ഈ IDRന്റെ സെക്ഷൻസ്, അതുപോലെ എക്സംഷന്റെ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഒരു അപ്ലിക്കബിലിറ്റി ഓഫ് സെക്ഷൻ 34 to 36 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ സെക്ഷൻ 34, 35 ഓർമ്മയുണ്ടോ? സിവിൽ ലയബിലിറ്റി, ക്രിമിനൽ ലയബിലിറ്റി, അതേപോലെ എന്താണ് 36 എന്ന് പറഞ്ഞാൽ മറ്റേ ഇൻഡ്യൂസിങ് എ പേഴ്സൺ. ആ റൂളൊക്കെ ഇതിനും അപ്ലിക്കബിൾ ആണ്. അതാണ് ഈ സെക്ഷനിലാണ്, സെക്ഷൻ 391. അതേപോലെ ചാപ്റ്റർ 10 വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസും ഫോറിൻ കമ്പനീസിന് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് വായിച്ചു നോക്കാം. പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 34 to 36 ഷാൽ അപ്ലൈ ടു ദി ഇഷ്യൂ ഓഫ് എ പ്രോസ്പെക്ടസ് ബൈ എ കമ്പനി incorporated outside India under section 389 as they apply to prospectus issued by an Indian company. ഇന്ത്യൻ കമ്പനിക്ക് എങ്ങനെയാണോ ഈ സെക്ഷൻസ് അപ്ലിക്കബിൾ ആകുന്നത് അതേപോലെ തന്നെ ഫോറിൻ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികൾക്കും അപ്ലിക്കബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഇഷ്യൂ ഓഫ് IDR എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, അതിനും അപ്ലിക്കബിൾ ആയിരിക്കും. സെക്ഷൻ 34, 35, 36 എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. ചാപ്റ്റർ 20 വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ടുള്ളത് ഷാൽ അപ്ലൈ മുട്ടാറ്റിസ് മുട്ടൻഡീസ് ഫോർ closure of the place of business of a foreign company in India as if it were a company incorporated in India. അതായത് ഇന്ത്യയിലുള്ള ഒരു ഇന്ത്യൻ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഈ ചാപ്റ്റർ അപ്ലിക്കബിൾ ആകുന്നത് പോലെ തന്നെ ഒരു ഫോറിൻ കമ്പനി അവരുടെ പ്ലേസ് ഓഫ് ബിസിനസ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുമ്പോഴും അവർക്കും ആ സെയിം റൂൾസ് അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, സബ്ജക്ട് ടു ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 376 അതതിൻ്റെ ബാക്കിയാണ്. ഇത് വെട്ടിക്കോ. ഓക്കെ, ഒന്നുമില്ല. അത് നോക്കിയാൽ ഈ ചാപ്റ്റർ 15 unless otherwise provided under any law for the time being in force shall apply mutatis mutandis to schemes or mergers and amalgamations between companies registered under this act and companies incorporated in the jurisdiction of such countries as may be notified from time to time by the central government. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അമാൽഗമേഷൻ അങ്ങനത്തെ സംഭവങ്ങളുടെയൊക്കെ സെക്ഷനാണ് ഈ സെക്ഷൻ 234 ആ ഭാഗം. ചാപ്റ്റർ 234 ആ ഭാഗം ചാപ്റ്റർ 15. അപ്പോൾ ചാപ്റ്റർ 15 ഉള്ള ഈ അമാൽഗമേഷൻ, കോംപ്രമൈസ്, അറേഞ്ച്മെന്റ്സ്, ഡിമർജർ, മെർജർ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ റൂൾസ് ഒക്കെ ഈ ഫോറിൻ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരു കമ്പനിയും ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയും മെർജ് ആവാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഉദാഹരണത്തിന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിനെ വാൾമാർട്ട് എടുക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എന്തായി അറിയില്ല, പിന്നെ പോയി. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എടുത്തോ? എടുത്തില്ലേ? എടുത്ത് ആയിക്കോട്ടെ, എടുത്ത്. അപ്പൊ അതിനെന്ത് വരും? സ്വാഭാവികമായിട്ട് ഈ റൂൾസ് വരും. അപ്പൊ അതിനൊക്കെ എന്താണ് എന്ന് പറഞ്ഞാല്, അപ്പൊ ആ വാൾമാർട്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്തൊരു കമ്പനി ആണ് വിചാരിക്കുക. അപ്പൊ ഇവിടുത്തെ ഒരു കമ്പനിയുടെ അമാൽഗമേഷനിൽ ഏർപ്പെടുന്നത് കൊണ്ട് ഈ അമാൽഗമേഷന്റെ റൂൾസ് ഒക്കെ ആർക്കും അപ്ലിക്കബിൾ ആവും? ആ പറയുന്ന കമ്പനിക്കും അപ്ലിക്കബിൾ ആയിരിക്കും. അതാണ് പറയുന്നത്. Unless otherwise provided, എന്താണ് ചാപ്റ്റർ 15 shall apply mutatis mutandis to schemes or mergers and amalgamation between companies registered under this act. അതായത് ഇന്ത്യയിലുള്ള കമ്പനീസ് ആക്ട് and companies incorporated in the jurisdiction of such countries, okay, as may be notified from time to time. Provide that the central government may make rules in consultation with the RBI in connection with the mergers and amalgamation. ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് പവർ കൊടുക്കുന്ന സെക്ഷൻസ് ആണ്, വേറെ ഒന്നും ഇല്ല ഇതിലൊന്നും. Subject to the provisions of any other law for the time being in force, a foreign company may, with the prior approval of the RBI, merge into a company registered under this act or vice versa, and the terms and conditions of the scheme of merger may provide, among other things, for the payment of consideration to the shareholders of the merging company in cash or in depository receipts, or partly in cash and partly depository receipts, as the case may be, as per the scheme to be drawn. ഇതും സെൻട്രൽ ഗവൺമെന്റ് പവർ കൊടുക്കുകയാണ്. അതായത് ഒരു രണ്ട് കമ്പനി പിടിച്ച് മെർജ് ചെയ്യാനും അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന കൺസിഡറേഷൻ ക്യാഷായിട്ട് കൊടുക്കണമെന്ന് പറയാനും അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി IDR ആയിട്ട് കൊടുക്കണമെന്ന് പറയാനും ഒക്കെ റൂൾ ആർക്ക് അധികാരമുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് അധികാരമുണ്ട്. ഓക്കെ, അതാണ് അതിൽ പറയണത്. പണിഷ്മെന്റ് ഞാൻ പറയാം. അതേപോലെ തന്നെ
ലാസ്റ്റ് ഏതാണ് 393A എക്സംഷൻ അണ്ടർ ദിസ് ചാപ്റ്റർ. അതും പവർ കൊടുക്കുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ എക്സംപ്റ്റ് എനി ക്ലാസ് ഓഫ് ഫോറിൻ കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഓർ ടു ബി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബ്ലാ 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 നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. As may be specified in the notification from any of the provisions of this chapter, and a copy of every such notification shall be laid before the House of വേറൊന്നുമില്ല, അതൊക്കെ പവർ കൊടുക്കുക, അത്രേ ഉള്ളൂ. Central government hereby exempts from the provisions of section 387 to 392 the following. Okay, foreign companies എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഫോറിൻ കമ്പനീസ് ആയിട്ടുള്ള ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്, അങ്ങനത്തെ ആൾക്കാർക്ക് ഈ പ്രോസ്പെക്ടസിന്റെ റൂൾസ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്തോ. Companies incorporated or to be incorporated outside India, whether the company has or has to be or when formed may or may not be established a place of business in India. Okay. Just a second. അതെ, ഇതായി പവർ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് എക്സംപ്റ്റ് ചെയ്തിട്ടില്ല. അതില്ലേ, അതെ ഇത് വെട്ടിട്ടോ ഞാൻ പറയണത്. ഓക്കെ, ഇത് വേണ്ട, ഇത് വെട്ടിക്കോ, ഇത് വെട്ടിക്കോ. ഓക്കെ, ഈ 5 എന്നുള്ള പോയിന്റ് വെട്ടിക്കോ. അപ്പൊ ഈ സെക്ഷനൊക്കെ പവർ കൊടുക്കുന്നേ ഉള്ളൂ. അതായത് സെൻട്രൽ ഗവൺമെന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ചില ഫോറിൻ കമ്പനീസ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഏതെങ്കിലും ക്ലാസ് ഓഫ് കമ്പനീസിന് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാന്ന് പവർ കൊടുക്കുന്ന സെക്ഷൻ, അത്രേ ഉള്ളൂ ഇതൊക്കെ. ഓക്കെ, ഇതൊന്നുമില്ലാതെ ഒരു കമ്പനി രജിസ്ട്രേഷൻ ലയബിൾ ആയിട്ടും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ 210 ഇവർക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷനൊക്കെ വരും ഇവർക്കെതിരെ. ഫോറിൻ കമ്പനി ആയി രജിസ്റ്റർ ചെയ്യേണ്ട ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി പറയാനുള്ളത് IDR ആണ്. IDR എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെ മുമ്പ് വിളിച്ചിരുന്നു.
എനിക്ക് ഒഴിവില്ല. ഓക്കെ, അപ്പോ ഒരു പണിയാം, നമുക്ക് പണിഷ്മെന്റ് കൂടി പറയാം. വിത്തൗട്ട് പ്രിജുഡിസ് ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 391, if a foreign company contravenes the provisions of chapter 22, fine on defaulting foreign company 1 lakh rupees to 3 lakh rupees. കുറവാണല്ലോ. In case of continuing default, additional 50,000 rupees per day. After the first during which the contravention continues. Okay? Punishment for every officer of the foreign company who is in default, a minimum amount of 25,000 rupees, but which may extend to 5 lakh rupees. Okay? പിന്നെ ഈ ഓക്കെ, ഇതിലൊരു കാര്യം പറയണ്ട്. ഇപ്പൊ ഇതില് കാരണല്ലേ, വിത്തൗട്ട് പ്രിജുഡീസ് ടു ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 391 എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ ബാധിക്കാത്ത രീതിയിലേ ഇത് വരുള്ളൂ. അപ്പൊ അതെന്താണ്, അതിലാണ് 34, 35, 36 ഇവിടെയും അപ്ലിക്കബിൾ ആവുമെന്ന് പറഞ്ഞത് അല്ലേ. അപ്പൊ ആ സെക്ഷൻസ് പ്രകാരം പെനാൽറ്റി വരണേ അത് കിട്ടും. ഓക്കെ, അപ്പൊ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഈ സംഭവം. ഓക്കെ, ഇനി ഈ 390 എടുത്ത IDR, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. Indian depository receipts means any instrument in the form of a depository receipt created by a domestic depository in India and authorized by a company incorporated outside India making an issue of such depository receipts. അതായത് നമ്മൾ ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ആരാ, CDSലും NSDLും അല്ലേ. അപ്പൊ ഈ രണ്ട് കമ്പനികളിൽ ഇവർ രണ്ടും എന്താ ചെയ്യുക, നോർമലി ഇപ്പൊ കമ്പനികളുടെ ഷെയറുകൾ അവർ വാങ്ങിച്ചിട്ട് അത് ഡിമാറ്റ് ഫോമിലാക്കിയിട്ട് അത് ആൾക്കാർക്ക് വിൽക്കുകയാണ് ചെയ്യണത്. ലിസ്റ്റഡ് കമ്പനീസ് അല്ല, പബ്ലിക് കമ്പനികളെ ഡിമാറ്റ് ആക്കണമെന്നാണല്ലോ അല്ലേ. അപ്പോ അതേപോലെ ഇന്ത്യയിൽ ചെയ്യുന്നത് പോലെ ഫോറിൻ കൺട്രീസിന്റെ ഷെയറുകൾ ഇതേപോലെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാം, ഇന്ത്യയിലുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനികളുടെ ഷെയർ വിൽക്കുന്നത് പോലെ തന്നെ ഫോറിൻ കമ്പനികളുടെ ഷെയർ വിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, സെയിം ആണല്ലോ സംഭവം. കമ്പനി ഡയറക്റ്റ് വന്നിട്ട് ഇവിടുന്ന് ഷെയർ വാങ്ങുന്നതും ഡെപ്പോസിറ്ററി വഴി ഷെയർ വാങ്ങുന്നതും രണ്ടും സെയിം ആണ് അല്ലേ. അപ്പോൾ നേരത്തെ നമ്മളൊരു റൂള് പറഞ്ഞിരുന്നു, അതായത് സെയിം റൂള് IDRന് അപ്ലിക്കബിൾ ആകും എന്നൊരു സാധനം നമ്മൾ പറഞ്ഞില്ല. അവിടെ ഈ സെക്ഷൻ 34 to 36 ഒക്കെ സംഭവം എന്താണ്, ഇവിടെ ഒരു കമ്പനി ഇവിടെ വന്നിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ IDR ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ പെനാൽറ്റി പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ വരും. എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ടസിന് തുല്യമായിട്ടുള്ള സംഭവമാണ്, അല്ലെങ്കിൽ കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഫോറിൻ കമ്പനികൾ അല്ലെങ്കിൽ ഈ ഔട്ട്സൈഡിലുള്ള കമ്പനികൾ IDR വഴി ഷെയറുകൾ സ്വീകരിക്കുന്നത്. അതാണ് സംഭവം. അപ്പോ അക്കോർഡിംഗ് ടു സെക്ഷൻ 390, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ്, ഇതും പവർ കൊടുക്കുന്ന സെക്ഷനാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. IDR എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ബാക്കി പറഞ്ഞൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ഇന്ന പവർ ഉണ്ടെന്ന് പറയുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റ് മേ മേക്ക് റൂൾസ് അപ്ലിക്കബിൾ ഫോർ ഓഫർ ഓഫ് IDR, റിക്വയർമെന്റ് ഓഫ് ഡിസ്ക്ലോഷർ ഇൻ പ്രോസ്പെക്ടസ് ഓർ ലെറ്റർ ഓഫ് ഓഫർ ഇഷ്യൂഡ് ഇൻ കണക്ഷൻ വിത്ത് IDR. ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ഇതിനൊക്കെ പവർ ഉണ്ട് എന്ന് പറയുന്നത്. അതിനൊന്നും ഇപ്പോഴും വന്നിട്ടില്ല, റൂൾസ് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് മുന്നേ കമ്പനീസ് ആക്ടിൽ ഇപ്പോഴും നോട്ടിഫൈ ചെയ്യാത്ത സെക്ഷൻസ് ഒക്കെ ഉണ്ട്, റൂൾസ് ഇല്ലാത്ത കുറെ സെക്ഷൻസ് ഉണ്ട്, അതിൽ കൂട്ടത്തിലാണ് ഇതൊക്കെ. Requirement of disclosure in prospectus, the manner in which the IDR shall be dealt with in a depository mode, manner of sale, transfer or transmission of IDR. Okay? According to section rule 13, following compliances are mandatory. Companies Act rules, SEBI rules, any directions issued by RBI. Okay. പത്രമൊക്കെ അപ്പൊ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ഫോറിൻ കമ്പനിയിൽ മെയിനായിട്ട് ആദ്യത്തെ ആ ഒരു ഏരിയ, അതായത് ഫോറിൻ കമ്പനി ആവോ ഇല്ലേ, എപ്പോഴാണ് ഫോറിൻ കമ്പനി ആവോ ഇല്ല, അതാണ് മെയിനായിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളത്. പ്രത്യേകിച്ച് പുതിയ സാധനം സിലബസിൽ വന്നതുകൊണ്ട് മിക്കവാറും ആ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ചോദിക്കാനാണ് സാധ്യത. പിന്നെ ബാക്കിയൊക്കെ സിമ്പിൾ തിയറികളാണ്. അക്കൗണ്ട്സ്, എവിടെ നെയിം എവിടെ കൊണ്ടുപോയി വെക്കണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇത് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോട്ടെ. ഈ ആക്ട്, ഈ എന്താ പറയാ,
ഈ ആക്ട് ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ ആവുക എന്നുള്ള സംഭവം അത് വേണമെങ്കിൽ ചോദിച്ചേക്കാം. ബാക്കിയൊക്കെ പിന്നെ ROCക്ക് വിത്തിൻ 30 days കൊടുക്കണം എന്നുള്ളത്. ഫോം നമ്പേഴ്സ് FC1 2 3 4 ഏതൊക്കെയാണ്? FC1 എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്സ് കൊടുക്കുക, FC2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൾട്രേഷൻ, FC3 എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് പ്ലേസ് ഓഫ് ബിസിനസ്, FC4 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കൊടുക്കുന്ന ഫോം അല്ലേ ആനുവൽ റിട്ടേണിൻ്റെ MGT7 പകരമുള്ള ഫോം. അപ്പോൾ ആ 4 ഫോംസ് ഒക്കെ ഓർത്ത് വെച്ചോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഫോറിൻ കമ്പനീസ് കഴിയുന്നതോടുകൂടി നമ്മളുടെ കമ്പനീസ് ആക്ട് ആണ് കഴിഞ്ഞിരിക്കുന്നു. കൈയടിച്ച് പാസ്സാക്കൂ. പിന്നെ നമുക്കുള്ള LLP ആക്ടും ഫെമ കുറച്ച് വലുതാണ്, പക്ഷെ അതിൽ ബേസിക് ഞങ്ങൾക്ക് ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പം LLP ആക്ട് ഉണ്ട്, ഫെമ ഉണ്ട്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട്, ജനറൽ ക്ലോസസ് ഉണ്ട്. 4 ചാപ്റ്റർ. മിക്കവാറും 4 ക്ലാസ് മതിയാവും. 4 ക്ലാസ് തീരും. ഓക്കെ, അപ്പം നമ്മൾ പിരിയല്ലേ? നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ഓടിക്കാം. അപ്പോൾ ശരി.